Hello, my dear champions. എല്ലാവർക്കും കീമിൻ്റെ വൺ ഷോട്ട് സീരീസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുദർശൻ സാറാണ്. എല്ലാ മക്കൾക്കും ഒരു പെരിയ വണക്കം. മക്കളെ, എന്നെ കാണാനും കേൾക്കുന്നുണ്ടെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് പുട്ട് എ തംസ് അപ്പ് അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നം ഇട്ടേ മക്കളെ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് പുട്ട് എ ലവ് സൈൻ ഇൻ ദ ചാറ്റ് ബോക്സ്. ഒന്നിട്ടെ മക്കളെ, ഒന്നിട്ടെ, കാണട്ടെ, എക്സൈറ്റ്മെന്റ് കാണട്ടെ മക്കളെ. പ്ലീസ് പുട്ട് എ thumbs up or a love sign in the chat box if you guys can hear me and see me clearly. കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ. ഗുഡ് ഈവനിങ് ശ്രീജിത്ത്. ബാക്കി എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടേ. യെസ് ഒരു ലവ് സൈൻ ഇട്ടേ മക്കളെ. കുറച്ച് എനർജി കാണിക്കൂ മക്കളെ. വളരെ കില്ലർ ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങളും ആ എനർജിയിൽ നിൽക്കണം മക്കളെ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് എന്ന വമ്പൻ ചാപ്റ്ററാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ പ്ലീസ് ഷോ സം എനർജി, പ്ലീസ് ഷോ സം എക്സൈറ്റ്മെൻറ്റ്, ഓൾ മൈ ഡിയർ ചാമ്പ്യൻസ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ പ്രിയ ചാമ്പ്യൻസ്. കൂൾ. ഓക്കെ, അപ്പം മക്കളെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. തെർമോഡൈനാമിക്സ് ഈസ് അവർ ടോപ്പിക് ഫോർ ടുഡേ. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഒരു ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി വൺ ഷോട്ട് സീരീസ് ഒക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്നൊരു അനാലിസിസ് നിങ്ങൾ നടത്തണം. നിങ്ങൾ ഈ ബോക്സിങ് കണ്ടിട്ടില്ലേ? ഈ ബോക്സിങ് ചെയ്യുമ്പോൾ, ഞാൻ ഓൾറെഡി കുറേ പറയാറുള്ള എക്സാമ്പിളാണ്. ഈ ബോക്സിങ് ചെയ്യുമ്പോൾ ബോക്സ് ചെയ്യണ ആൾ ആദ്യം തന്നെ പോയി ഇടിക്കാൻ നിൽക്കില്ല. ആദ്യം ഒന്ന് ചാടി ഒന്നിങ്ങനെ തുമ്പിയെ പോലെ ഇങ്ങനെ ചാടി നിൽക്കും. എന്തിനാണെന്നറിയോ? ഒന്ന് പഠിക്കാനായിട്ട്, ഒപ്പോണൻറ്റിനെ പഠിക്കാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അറിഞ്ഞിരിക്കണം, ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന്. തെർമോഡൈനാമിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം മക്കളെ. ഞാൻ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. തെർമോഡൈനാമിക്സിൽ നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് എല്ലാ ടോപ്പിക്സുമാണ്. ഓക്കെ, എക്സെപ്റ്റ് തെർമോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, അത് വേറൊരു സെഷനിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഫോർമേഷൻ എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി, അതൊക്കെ വേറെ സെഷൻ. ഇന്ന് ഗിബ്സ് എനർജി വരേക്കുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ വലിയ ചാപ്റ്ററിൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോകെമിസ്ട്രി എന്നാണ്. തെർമോകെമിസ്ട്രിയിലാണ് ബേസിക്കലി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, മറ്റേ ഫോർമേഷൻ എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി ഒക്കെ വരുന്നത്. ബാക്കിയുള്ള എല്ലാം ഓക്കെ, ഇന്റേണൽ എനർജി, ഗിബ്സ് എനർജി, വർക്ക്, എൻതാൽപ്പി എല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു തെർമോഡൈനാമിക്സ്. എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. തിയറി മാത്രമായിരിക്കില്ല, ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബി റെഡി മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് ബേസിക് ടെർമിനോളജി, ബേസിക് ടേംസ് ഇൻവോൾവ് ഇൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ ബേസിക് ടേംസ്, ഇത്രയും ബേസിക് ടേംസിൽ നിന്ന് വരെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഓക്കെ, തെർമോഡൈനാമിക്സിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന ബേസിക് ടേം എന്താണ് മക്കളെ? സിസ്റ്റം. വാട്ട് ഇസ് എ സിസ്റ്റം? പാർട്ട് ഓഫ് യൂണിവേഴ്സ് under observation. Part of universe under observation. The part of universe under observation. അതാണ് സിസ്റ്റം അല്ലേ? എവിടെയാണോ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, ദാറ്റ് പാർട്ട് ഇസ് ദ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ബോട്ടിൽ എടുത്തു. ഇത് ആദ്യം ഒന്ന് തുറന്നു, എന്നിട്ട് ഞാൻ വെള്ളം കുടിക്കട്ടെ. എന്നിട്ട് ഈ ബോട്ടിൽ ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, whatever happens inside, adana the inside of the bottle is my system. Yes or no, my dear students? Adallade what is the surrounding, my dear champions? Endana surrounding? Surrounding is basically rest of universe. System allatha bhagam, rest of universe. അതാണ് സറൗണ്ടിങ്. അതായത് സിസ്റ്റവും സറൗണ്ടിങ് കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ബേസിക്കലി ദ യൂണിവേഴ്സ് ആവും അല്ലേ? ഇപ്പം ഞാൻ ആ ബോട്ടിലിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ആ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ളതാണ് സിസ്റ്റം, ആ വെള്ളം.
ഫോർ എക്സാമ്പിൾ ആ ബോട്ടിലിൻ്റെ അകത്തുള്ള വെള്ളം, അതാണ് ഞാൻ പഠിക്കുന്നത്. ദാറ്റ്സ് അണ്ടർ ഒബ്സർവേഷൻ, ദാറ്റ്സ് മൈ സിസ്റ്റം, എൻ്റയർ തിങ് ഇസ് സറൗണ്ടിങ്. ഇനി സിസ്റ്റം തന്നെ എല്ലാവരും നോക്കുക മക്കളെ, സിസ്റ്റം തന്നെ 3 തരത്തിലുണ്ട് മക്കളെ. ഈ ടേംസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനിൽ വരാട്ടോ. സിമ്പിൾ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസും വരാം, എപ്പോഴും പാട് ക്വസ്റ്റ്യൻ വരണമെന്നൊന്നുമില്ല. ജനറലി കീമിലെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്, ജെഇ അഡ്വാൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. സിസ്റ്റം തന്നെ 3 തരത്തിലുണ്ട്. സിസ്റ്റം തന്നെ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? വാട്ട് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം? ഇറ്റ് എക്സ്ചേഞ്ചസ് മാറ്റർ ആൻഡ് എനർജി. മാറ്ററും എനർജിയും രണ്ടും എക്സ്ചേഞ്ച് നടക്കും ഓപ്പൺ സിസ്റ്റത്തിൽ. ഫോർ എക്സാമ്പിൾ ഞാനൊരു കപ്പ് കാപ്പി എടുക്കുകയാണ്. ഒരു കപ്പ് കാപ്പി നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഓക്കെ, അതിങ്ങനെ തുറന്ന് ടേബിളിൽ വെക്കുകയാണ്. ഒരു കപ്പ് ചൂട് കാപ്പി ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ നിന്ന് ആവി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ആവി വരുന്നുണ്ട്. അതായത് ആ ചൂട് കപ്പ് കാപ്പിയിൽ നിന്ന് മാറ്റർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. ആവി, വാട്ട് ഈസ് ആവി? വേപ്പർ. യെസ് ഓ നോ? വാട്ടർ വേപ്പറാണ്, അത് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാറ്റർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് ചൂടും ഹീറ്റും എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ചൂട് കപ്പ് ഓഫ് കാപ്പി കുറച്ച് കഴിഞ്ഞാൽ തണുത്തു പോകും. എന്തുകൊണ്ടാ കാര്യം? എനർജി ഈസ് ഓൾസോ എസ്കേപ്പിംഗ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഓപ്പൺ സിസ്റ്റം. അതാണ് ഓപ്പൺ സിസ്റ്റം. യെസ് ഓ നോ? അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എന്താണ്? ക്ലോസ്ഡ് സിസ്റ്റം. നെക്സ്റ്റ് വൺ എന്താണ് മക്കളെ? ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്ചേഞ്ചസ് ഓൺലി എനർജി മാത്രമാണ് എക്സ്ചേഞ്ച് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, അതേ ചൂട് കപ്പ് ഓഫ് കാപ്പി നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അടച്ചു വെച്ചു എന്ന് വിചാരിക്കുക. അതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് ആവി വരുന്നില്ല. പക്ഷെ എന്നിട്ടും കുറച്ച് കഴിയുമ്പോൾ അത് തണുത്തു പോകും. അടച്ചു വെച്ചാലും അത് തണുത്തു പോകും. കാര്യം എന്താണ്? എനർജി എസ്കേപ്പ് ആവുന്നുണ്ട്, ഹീറ്റ് എസ്കേപ്പ് ആവുന്നുണ്ട്. സോ ദാറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം. അതേപോലെ തന്നെ there's another type of system called as isolated system. ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ് മക്കളെ? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ no exchange of matter or energy. മാറ്ററും എനർജിയും രണ്ടും പുറത്തേക്ക് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അമ്മ കാപ്പി ഉണ്ടാക്കിയിട്ട് ഒരു കപ്പിൽ വെക്കുന്നതിന് പകരം ഒരു തേർമസ് ഫ്ലാസ്ക് മേടിച്ച് അതിൽ വെച്ചു. ഈ തേർമസ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻസുലേറ്റഡ്. തേർമസ് ഫ്ലാസ്കിൻ്റെ അകം ബേസിക്കലി അതിൻ്റെ വാൾസ് പ്ലാസ്റ്റിക് പോലത്തെ ഉള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു ഇൻസുലേറ്റർ, ഒരു ഹീറ്റ് ഇൻസുലേറ്റർ. അത് അടച്ചു വെച്ചാൽ അതിൻ്റെ പുറത്തേക്ക് ആ തേർമസ് ഫ്ലാസ്കിൽ വെച്ചാൽ നിങ്ങൾക്കറിയാം ഹീറ്റ് റീറ്റെയിൻ ചെയ്യും. അതിങ്ങനെ ചൂടായിട്ട് തന്നെ ഇരിക്കും. കാര്യം എന്താണ്? എനർജി പുറത്തേക്ക് പോകുന്നില്ല, അകത്തോട്ടും വരുന്നില്ല, പുറത്തേക്കും പോകുന്നില്ല. അതേപോലെ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആവിയും പോകുന്നില്ല, വേപ്പറും പോകുന്നില്ല. സോ മാറ്റർ ഇസ് നോട്ട് എക്സ്ചേഞ്ച്ഡ്, ഹീറ്റ് ഇസ് ഓൾസോ, എനർജി ഇസ് ഓൾസോ നോട്ട് എക്സ്ചേഞ്ച്ഡ്. അതാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. യെസ് ഓർ നോ? ഇനി ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാൻ മക്കളെ, ഓപ്പൺ സിസ്റ്റത്തിൻ്റെയും ക്ലോസ് സിസ്റ്റത്തിൻ്റെയും വാൾസ്, വാട്ട് ടൈപ്പ് ഓഫ് വാൾസ് ആർ ദോസ്? എന്താണ് ഈ വാൾ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ബൗണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്? ബൗണ്ടറി ഓർ വാൾ, അതായത് ഒരു സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറാണ് ബേസിക്കലി ബൗണ്ടറി. ഫോർ എക്സാമ്പിൾ, ഈ ബോട്ടിൽ എടുക്കുകയാണ്, ഈ വെള്ളമാണ് എൻ്റെ സിസ്റ്റം, അതാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം സറൗണ്ടിങ്. ഈ ബോട്ടിലാണ് എൻ്റെ ബൗണ്ടറി. എല്ലാവരും മനസ്സിലാക്കണം, ഒരു ഓപ്പൺ സിസ്റ്റവും ഒരു ക്ലോസ് സിസ്റ്റവും, ഒരു ഓപ്പൺ സിസ്റ്റത്തിനും ഒരു ക്ലോസ് സിസ്റ്റത്തിനും യൂസ് ചെയ്യുന്ന വാൾസിനെയാണ് ഡയാതേർമിക് വാൾ എന്ന് പറയുന്നത്. ഡയാതേർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കണ്ടക്ട് ഹീറ്റ്. ഡയാതേർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഉള്ളിലോട്ടും പോവാം, ഹീറ്റ് പുറത്തോട്ടും വരാം. ഡയാതേർമിക്. എന്നാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന വാളിനെയാണ് ഞാൻ അഡയബാറ്റിക് വാൾ എന്ന് പറയുന്നത്. അഡയബാറ്റിക് വാളിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ഇറ്റ് ഡസ് നോട്ട് അലൗ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്.
ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ആവുന്നില്ല. അതിന് യൂസ് ചെയ്യുന്ന വാളിനെയാണ് ഞാൻ അഡയാബാറ്റിക് വാൾ എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും നോക്കുക. നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നു പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, പാളം തെറ്റിപ്പോകരുത്. എൻ്റെ ഒപ്പം തന്നെ വേണം. ഫ്രം ഫണ്ടമെൻറ്റൽസ് ആണ്, വൺ ഷോട്ട് ആണ്, എല്ലാ പോയിന്റും ക്ലിയർ ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഇപ്പം എൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? എനിക്ക് താടിയുണ്ട്, മീശയുണ്ട്, അല്ല ഒരു കണ്ണാടിയുണ്ട്. അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അതിപ്പോൾ പ്രഷർ ആവാം, വോള്യം ആവാം, ടെമ്പറേച്ചർ ആവാം, നമ്പർ ഓഫ് മോൾസ് ആവാം, എൻതാൽപ്പി ആവാം, ഗിബ്സ് എനർജി ആവാം, എൻട്രോപ്പി ആവാം, അങ്ങനെ ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും. ഇതിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ് മക്കളെ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാവരും നോക്കുക. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഡിപ്പെൻഡ് on amount of substance. amount of substanceനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബോട്ടിൽ എടുക്കുകയാണ് മക്കളെ, ഇതിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിന് ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു കളഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ മാറുമോ? ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ മാറുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സുഖമാണ്. നമ്മുടെ നാട്ടിൽ ഹീറ്ററും വേണ്ട, ഗീസറും വേണ്ട. വെള്ളത്തിൻ്റെ ചൂട് കൂട്ടണമെങ്കിൽ വെള്ളം ഒഴിക്കുക, വെള്ളത്തിൻ്റെ ചൂട് കുറയ്ക്കണമെങ്കിൽ വെള്ളം എടുത്തു കളയുക. ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട്. ടെമ്പറേച്ചർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അല്ലേ? നെക്സ്റ്റ് പ്രോപ്പർട്ടി pressure is another one. Yes or no? Next one, viscosity. Next, refractive index. Yes or no? Next, density. For example, ഞാനിപ്പോൾ ഒരു റോഡ് ഓഫ് അയൺ എടുത്തു. ഓക്കെ, ഒരു വലിയ റോഡും ഒരു ചെറിയ റോഡും. ഈ റോഡ് ഓഫ് അയണിൻ്റെ ആദ്യത്തെ അയണിന് 10 കിലോഗ്രാം മാസ് ഉണ്ട്, പിന്നത്തെ 5 കിലോഗ്രാം മാസ് ഉണ്ട്. മാസ് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട്. പക്ഷെ ഡെൻസിറ്റി, അയണിൻ്റെ ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ 10 കിലോനും 5 കിലോനും സെയിം ഡെൻസിറ്റിയാണ്. 10 കിലോനും 5 കിലോനും സെയിം ഡെൻസിറ്റിയാണ്. സോ ബേസിക്കലി ദാറ്റ്സ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ്, എനി മോളാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ കുറേ ക്വാണ്ടിറ്റി നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഫോർ എക്സാമ്പിൾ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി. നെക്സ്റ്റ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ പഠിക്കും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യെസ് ഓർ നോ? ഫൈൻ. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ മൊളാരിറ്റി അല്ലെങ്കിൽ മൊളാലിറ്റി ഒക്കെ. ഫോർ എക്സാമ്പിൾ ഞാനൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ കോൺസെൻട്രേഷൻ 2 മോളാർ ആണ്. ആ സൊല്യൂഷനിൽ നിന്ന് ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്ത് കളഞ്ഞു. ഇത്രയും സൊല്യൂഷൻ ഉണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് കളഞ്ഞാൽ അപ്പോഴും അതിൻ്റെ മൊളാരിറ്റി 2 മോളാർ തന്നെയാണ്. അതിൻ്റെ മൊളാരിറ്റി മാറുന്നില്ല. സോ കോൺസെൻട്രേഷൻ ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. യെസ് ഓർ നോ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ് മക്കളെ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ amount. Extensive property
extensive property depends on amount. Extensive property depends on amount of substance. Extensive property depends on amount of substance. എത്ര സബ്സ്റ്റൻസ് ഉണ്ട് എന്നതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. മാസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 കിലോ 5 കിലോ കൂടുതൽ എമൗണ്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റും കൂടും, മാസ് കൂടും. വോള്യം is another example. Internal energy, enthalpy, Gibbs energy, entropy, ഇതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. യെസ് ഓ നോ? പിന്നെ ഏതാണ് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അല്ല, നോർമൽ ഹീറ്റ് കപ്പാസിറ്റി. നോർമൽ ഹീറ്റ് കപ്പാസിറ്റി. യെസ് ഓ നോ? പിന്നെ ഏതാണ് മക്കളെ? മാസ് ഉണ്ട്, വോള്യം ഉണ്ട്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഗിബ്സ് എനർജി, എൻട്രോപ്പി, ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഞാൻ ഇനി ഒരു ക്ലൂ നിങ്ങൾക്ക് തരട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂ അല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദയവ് ചെയ്ത് നോട്ട് ചെയ്യുക. ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഇസ് ഓൾവേസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. Extensive property divided by an extensive property is an intensive property. അതേപോലെ തന്നെ intensive property divided by intensive property is equal to an intensive property. അതേപോലെ തന്നെ extensive property divided by intensive property is equal to an extensive property. ഓക്കെ, ഇനി അഥവാ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, മാസ് എക്സ്റ്റൻസീവ് ആണ്, വോള്യം എക്സ്റ്റൻസീവ് ആണ്, മാസ് ബൈ വോള്യം ഡെൻസിറ്റി ഇൻറ്റൻസീവ് ആണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവ് ആണ്, നമ്പർ ഓഫ് മോൾസ് എക്സ്റ്റൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി ബൈ നമ്പർ ഓഫ് മോൾസ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അത് നിങ്ങൾ പഠിക്കും. അപ്പോൾ എക്സ്റ്റൻസീവ് ബൈ എക്സ്റ്റൻസീവ് ഇസ് ഓൾവേസ് ഇൻറ്റൻസീവ്. Intensive by intensive is always intensive. Extensive by intensive is always equal to extensive. ഇത് നിങ്ങൾ പഠിക്കണം മക്കളെ. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് ഓ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഒരു ലവ് അടിച്ച മക്കളെ, ഒരു ലവ് സിമ്പിൾ, ഒരു തംസപ്പ് അടിച്ച. ഷോ മീ സം എനർജി മൈ ഡിയർ സ്റ്റുഡൻസ്. ഷോ മീ സം എനർജി മൈ ഡിയർ സ്റ്റുഡൻസ്. ഷോ മീ സം എനർജി മൈ ഡിയർ ചാമ്പ്യൻസ്. ഷോ മീ സം എനർജി. എല്ലാവരും കുറച്ച് എനർജി കാണിച്ചേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് we are going to deal with state function. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി തന്നെ. ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് പ്രോപ്പർട്ടി, അതായത് എനി പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. എല്ലാവരും നോക്കുക, ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം whose change depends only on initial and final point. Depends only on initial and final point. Not on path taken. For example, internal energy, enthalpy, Gibbs energy, entropy, temperature, pressure, volume, number of moles, etc. ഇവരൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് സപ്പോസ് എൻ്റെ ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഗ്യാസിൻ്റെ പ്രഷർ P1 ആണ്, വോള്യൂം V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്, ഇന്റേണൽ എനർജി U1 ആണ്, എൻതാൽപ്പി H1 ആണ്. ഓക്കെ, ഇതിനെ ഞാൻ വേറൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ പ്രഷർ കൂട്ടി, വോള്യൂം കുറച്ചു, ടെമ്പറേച്ചർ കൂട്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. പ്രഷർ P2, വോള്യൂം V2, ടെമ്പറേച്ചർ T2, U2, ഇന്റേണൽ എനർജി. അങ്ങനെ ഈ സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് എനിക്ക് പല വഴികളുണ്ടെന്ന് വിചാരിക്കുക.
ഓക്കെ, എനിക്ക് പല രീതിയിൽ കൊണ്ടുപോകാം. അതായത് ആദ്യം പ്രഷർ കുറയ്ക്കാം, പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് പിന്നെ വോളിയം കുറച്ച്, അങ്ങനെ രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നെത്താം. അല്ലെങ്കിൽ ആദ്യം പ്രഷർ കൂട്ടാം എന്നിട്ട് വോളിയം കൂട്ടി ടെമ്പറേച്ചർ കുറച്ച് അങ്ങനെ കൊണ്ടുവന്നെത്താം. അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രഷർ മാറ്റാം. അങ്ങനെ പല രീതിയിൽ ഇങ്ങോട്ട് എത്താം. പക്ഷെ എങ്ങനെയൊക്കെ എത്തിയാലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും P2 - P1. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും T2 - T1. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും V2 - V1. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും U2 - U1. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട്, സ്റ്റേറ്റ് ഫങ്ഷൻസ് ഡു നോട്ട്, ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫങ്ഷൻസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത്. The change of state functions do not depend on path. It only depends on the final value and initial value. It only depends on the final value and initial value. ഏത് എങ്ങനെ പോയാലും it only depends on final and initial value. Got it? Yes or no, my dear students? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്താണ് മക്കളെ? അടുത്തത് വരാൻ പോകുന്നത് പാത്ത് ഫംഗ്ഷൻ. Path function the examples depends on change of, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ depends on path taken. For example heat and work. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ. നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ താഴത്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് ആ ബിൽഡിങ്ങിൻ്റെ മേളിലേക്ക് എത്തണം. രണ്ട് വഴിയുണ്ട്, സ്റ്റെയർ കേസ് വഴി പോവാം, ലിഫ്റ്റ് വഴി പോവാം. എങ്ങനെ പോയാലാണ് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുക? സ്റ്റെയർ കേസ് വഴി പോയി കഴിഞ്ഞാൽ. ലിഫ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ എത്താൻ പോകുന്ന സ്ഥലം സെയിം ആണ്. ഇതൊരു വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല. വിച്ച് ടെൽസ് യു ദാറ്റ് വർക്ക് ഇസ് എ പാത്ത് ഫംഗ്ഷൻ. വർക്ക് എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് നോക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടായിരിക്കും വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരാൻ പോകുന്നത്. വാട്ട് ഈസ് എ പാത്ത് ടേക്കൺ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഗ്യാസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചു എന്ന്. ഇതിൽ ഓരോ പാത്തിനും ചിലപ്പോൾ ഓരോ വർക്ക് ഇൻവോൾവ് ആയിരിക്കും, ഓരോ ഹീറ്റ് ഇൻവോൾവ് ആയിരിക്കും. Work involved in each path might be different because work is a path function. Heat involved might be different because heat is also a path function. Okay, it's a very important thing. Marakaradu makkale. Got it? Next makkale. Thermodynamic processes ഏതൊക്കെയാണ് മക്കളെ? thermodynamic processes ഏതൊക്കെയാണ്? isothermal process എന്ന് പറയുമ്പോൾ എന്താണ്? Isothermal process എന്ന് പറയുമ്പോൾ any process in which change in temperature is equal to 0. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നടത്തുന്ന പ്രോസസ്സാണ് isothermal process. നെക്സ്റ്റ് ഇസ് isobaric process. Isobaric എന്താണ് മക്കളെ? isobaric എന്ന് പറയുമ്പോൾ dP is equal to 0. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നടത്തുന്ന പ്രോസസ്സിനെയാണ് isobaric process എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ 95% of the reaction happening around us are isobaric. എന്തുകൊണ്ടാണെന്നറിയോ? ഞാനിപ്പോൾ ഇതിലേക്കൊരു റിയാക്ഷൻ നടത്തുകയാണ്. ഇതിലൊരു റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹാപ്പനിങ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മളൊക്കെ ഭൂരിഭാഗം റിയാക്ഷൻസ് നടത്തുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാര്യം മെജോറിറ്റി ഓഫ് ദ റിയാക്ഷൻസ് ഹാപ്പനിങ് അറൗണ്ട് us happen at atmospheric pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാറുന്നില്ല. നമ്മളൊരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാറുന്നില്ല. Yes or no? Next, isochoric process എന്താണ് മക്കളെ? isochoric process എന്ന് പറയുമ്പോൾ change in volume is equal to 0. അതായത് വോള്യൂം മാറുന്നില്ല മക്കളെ. അതായത് ഹൗ ഡു യു ഐഡന്റിഫൈ ആൻ ഐസോകോറിക് പ്രോസസ്? എങ്ങനെയാണ് ഐസോകോറിക് പ്രോസസ് ഐഡന്റിഫൈ ചെയ്യുക? നമ്മൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, ഒരു റിജിഡ് കണ്ടെയ്നറിൽ നടത്തുന്ന പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു റിജിഡ് കണ്ടെയ്നർ അതായത് ആ കണ്ടെയ്നർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റില്ല, കംപ്രസ് ചെയ്യാനും പറ്റില്ല. ആ കണ്ടെയ്നറിനെയാണ് ഞാൻ ഒരു റിജിഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണ്ടെയ്നറിന്റെ വോള്യൂം മാറുന്നില്ല. അതിൽ നടക്കുന്ന റിയാക്ഷൻസിന് എത്രയൊക്കെ റിയാക്ഷൻ നടന്നാലും ആ കണ്ടെയ്നർ അങ്ങനെ തന്നെ നിൽക്കും. ദാറ്റ് ഇസ് എ
Isochoric process. Yes or no? Same volume. Volume is not changing. dV is equal to 0. Next one എന്താണ് മക്കളെ? Next one എന്താണ് മക്കളെ? Adiabatic process. Adiabatic process എന്ന് പറയുമ്പോൾ Q is equal to 0. അതായത് Q is a representation of heat. നിങ്ങൾക്കറിയാം Q എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. Q is equal to 0. സ്മോൾ q ഉപയോഗിക്കാം. Q is equal to 0. അതായത് ഹീറ്റ് ഇൻവോൾവ് അല്ല. ഫോർ എക്സാമ്പിൾ ഒരു തേർമസ് ഫ്ലാസ്കിൽ നിങ്ങൾ ഒരു റിയാക്ഷൻ ചെയ്യണം. ഒരു 100% എഫിഷ്യൻറ്റ് തേർമസ് ഫ്ലാസ്കിൽ നിങ്ങളൊരു റിയാക്ഷൻ ചെയ്യണം. അതിലേക്ക് ഹീറ്റ് കയറുന്നില്ല, അതിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നില്ല. ഒരു തേർമസ് ഫ്ലാസ്കിലേക്ക് ഹീറ്റ് കയറുന്നില്ല. എന്തൊക്കെ റിയാക്ഷൻ ഉള്ളിൽ നടന്നാലും അത് ഉള്ളിൽ തന്നെ നിൽക്കും. അതിലേക്ക് ഹീറ്റ് കയറുന്നില്ല, അവിടെ നിന്ന് ഹീറ്റ് പുറത്തേക്കും വരുന്നില്ല. ദാറ്റ്സ് എ അഡിയാബാറ്റിക് പ്രോസസ്. Q is equal to 0. Yes or no, my dear students? Next one എന്താണ്? Cyclic process എന്താണ് മക്കളെ? Cyclic process എന്ന് പറയുമ്പോൾ initial point and final point. Initial point and final point are same. അതായത് ഇപ്പം ഞാനൊരു ഗ്യാസ് എടുത്തു. ഓക്കെ, സപ്പോസ് ഞാനിപ്പോൾ PV ഗ്രാഫ് കാണിച്ചു തരാം. പ്രഷർ വോളിയം ഗ്രാഫിൽ യെസോനോ ഞാനൊരു ഗ്യാസ് എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പ്രഷർ കൂട്ടി, എന്നിട്ട് കുറച്ച് നേരം പ്രഷർ സെയിം ആയിട്ട് വെച്ചു, എന്നിട്ട് അതിൻ്റെ പ്രഷർ കുറച്ചു, എന്നിട്ട് അതിനെ വോളിയം കുറച്ചു. ഓക്കെ, യെസോനോ എന്നിട്ട് അതിനെ വീണ്ടും പ്രഷർ കൂട്ടി, പ്രഷർ കുറച്ചു, വോളിയം കുറച്ചു, എന്നിട്ട് ഫൈനലി ഈ പോയിന്റിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. എങ്ങനെ പോയിട്ടാണെങ്കിലും ഫൈനലി ആ പൊസിഷനിൽ എത്തിയാൽ ദാറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. ഈ സൈക്ലിക് പ്രോസസ്സിൻ്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. സൈക്ലിക് പ്രോസസ്സിന് ഫോർ സൈക്ലിക് പ്രോസസ് ചേഞ്ച് of state function will be equal to 0. അതായത് ഒരു സൈക്ലിക് പ്രോസസ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് മെൻഷൻഡ് ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്, ഏത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എടുത്താലും, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫോളോയിങ് പ്രോസസ് ഇസ് എ സൈക്ലിക് പ്രോസസ്, ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആയിരിക്കും, ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി 0 ആയിരിക്കും, ഫൈൻഡ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിരിക്കും, ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കും, ഫൈൻഡ് ദ ചേഞ്ച് ഇൻ പ്രഷർ 0 ആയിരിക്കും. കാര്യം ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ചേഞ്ച് നിങ്ങൾക്കറിയാം. ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഓക്കെ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ടേക്കൺ. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിന് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. ഇറ്റ് ഡസ് നോട്ട്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ചേഞ്ച് എപ്പോഴും 0 ആയിരിക്കും. അത് ഏത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എടുത്താലും അതിൻ്റെ ചേഞ്ച് 0 ആയിരിക്കും. യെസ് ഓർ നോ? അപ്പോൾ സൈക്ലിക് പ്രോസസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ എൻട്രോപ്പി, ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി, ചേഞ്ച് ഇൻ പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, ഏത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എടുത്താലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുക വേണ്ട. സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. യെസ് ഓർ നോ? ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കുക മക്കളെ. A system is changed from state A to state B by one path and from B to A by another path. If delta E1 and delta E2 are the corresponding changes in internal energy, then ഞാൻ internal energy എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നത്. ഇന്റേണൽ എനർജി എന്താണെന്ന് ഡെപ്തിൽ ഞാനിപ്പോൾ പറയുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദി ആൻസർ? എല്ലാവരും ആൻസർ ഒന്ന് ഇട്ടേ മക്കളെ. നോട്ട്സ് ഒക്കെ തരുന്നതാണ് മോനെ. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഷെയർഡ്. എല്ലാവരും ആൻസർ ഇട്ടേ. വാട്ട് വിൽ ബി ദി ആൻസർ ഫോർ ദിസ് വൺ? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? വാട്ട് വിൽ ബി ദി ആൻസർ ഫോർ ദിസ് വൺ? ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും മക്കളെ? ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് ഡെൽറ്റ E1 പ്ലസ് ഡെൽറ്റ E2 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് ഡെൽറ്റ E1 പ്ലസ് ഡെൽറ്റ E2 ഇസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് മക്കളെ? എല്ലാവരും നോക്കുക മക്കളെ. വൈ ഇസ് ഇറ്റ് ഈക്വൽ ടു 0? ഞാനിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ്. എയിൽ നിന്ന് ബി.
ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് പോയപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ E1 ആണ്. ബിയിൽ നിന്ന് എയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ E2 ആണ്. അപ്പോൾ എൻറ്റയർ പ്രോസസ്സിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്താണ്? എൻറ്റയർ പ്രോസസ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ E ടോട്ടൽ. ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ E1 പ്ലസ് ഡെൽറ്റ E2 അല്ലേ? ഡെൽറ്റ E1 പ്ലസ് ഡെൽറ്റ E2. ഡെൽറ്റ E1 പ്ലസ് ഡെൽറ്റ E2. പക്ഷെ നിങ്ങൾക്കറിയാം ദിസ് ഇസ് എ സൈക്ലിക് പ്രോസസ്. ഈ എൻറ്റയർ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സിനെ കുറിച്ചാണ്. കാര്യം എന്താണ്? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. സൈക്ലിക് പ്രോസസ്സിന് ടോട്ടൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0. Cyclic process ne total change in state function will be equal to 0. So this will be equal to 0. Yes or no? As simple as that. C will be the answer. Let's move on to the next question. Adutha question like povam makkale. A system is changed from state A to state B. Ayyo. This is the same question aanalla. Sorry. Next question. Next question noku makkale. Which of the following is a state function and also an extensive property? State functionumana ennal or extensive property maanu. State functionumana ennal or extensive property maanu. Endana answer makkale? What will be the answer? Which among the following is a state function and an extensive property? Which of the following is a state function and an extensive property? Edana answer makkale? What will be the answer, my dear students? What will be the answer, my dear students? Which of the following is a state function and also an extensive property? ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നോളൂ. സ്റ്റേറ്റ് ഫംഗ്ഷനുമാണ് എന്നാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുമാണ്. മക്കളെ നിങ്ങൾക്കറിയാം പ്രഷർ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു എനി മോളാർ ക്വാണ്ടിറ്റി. മോളാർ സംതിങ് എന്ന് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് intensive property. ഇത് intensive property ആണ്. ടെമ്പറേച്ചർ intensive property ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് intensive property ആണ്. യെസ് ഓർ നോ? ഇന്റേണൽ എനർജി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷനും കൂടിയാണ്. ഇന്റേണൽ എനർജി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷനും കൂടിയാണ്. ഞാൻ തന്ന എക്സാമ്പിൾസ് മനസ്സിൽ വെക്കണം. ഞാൻ തന്ന എക്സാമ്പിൾസ് ഇത്രയും എക്സോസ്റ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട് മക്കളെ. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇറ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ് ഓ നോ? സോ ബേസിക്കലി ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് എ ആണ്. ഓക്കെ, ഇന്റേണൽ എനർജി ഈസ് ദി ആൻസർ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്റേണൽ എനർജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി എന്താണെന്ന് കുറച്ചും കൂടി അറിയണ്ടേ? എല്ലാവരും നോക്കുക. Internal energy. What is internal energy? Sum total of the energy of all particles. Sum total of the energy of all particles in a system. ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും എല്ലാ എനർജിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് ഇന്റേണൽ എനർജി കിട്ടുക. അപ്പം നിങ്ങൾ ചോദിക്കും സാർ എല്ലാ എനർജിയിൽ നിന്ന് സാർ ഉദ്ദേശം എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഗ്യാസ് എടുക്കുകയാണ്. അതിൽ ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. യെസ് ഓ നോ? അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ എനർജി എന്തൊക്കെയാണ്? കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ന്യൂക്ലിയർ എനർജി ഉണ്ടാവും, റെസ്റ്റ് മാസ് എനർജി എന്ന് പറഞ്ഞുണ്ടാവും. ഈ റെസ്റ്റ് മാസും ന്യൂക്ലിയർ എനർജി ഒന്നും നിങ്ങളിപ്പോൾ തൽക്കാലം അറിയണ്ട. ഓക്കെ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയാണ് മെയിനായിട്ട്. അങ്ങനെ കുറേ ടൈപ്പ് ബോണ്ട് കൊണ്ട് ഉണ്ടാവുന്ന എനർജീസ് ഉണ്ടാവും. കുറേ ടൈപ്പ് എനർജീസ് ഉണ്ട്. സം ഓഫ് ഓൾ ദീസ് എനർജി ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി. അപ്പം നിങ്ങൾ ചോദിക്കാൻ സാർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഇന്റേണൽ എനർജി കൺസിഡർ ചെയ്യുമ്പോൾ ബേസിക്കലി ഗ്രാവിറ്റേഷണൽ എനർജി, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന എനർജി നമ്മൾ തൽക്കാലം വിടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ എന്താണ്? ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ടല്ലോ, ആ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്.
അല്ലാണ്ട് ഗ്രാവിറ്റി കൊണ്ടുണ്ടാവുന്നതല്ല. ആ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി. ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ് ഈ കൈനറ്റിക് എനർജി. ഓക്കെ, യെസ്. അങ്ങനെ ഇഷ്ടംപോലെ എനർജി ഉണ്ട് ഇവിടെ. ഇതിൽ നിന്ന് നമ്മൾ അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? Internal energy of a substance cannot be calculated. Actual value cannot be calculated. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മക്കളെ. Actual value of internal energy. Actual value cannot be calculated. Actual value cannot be calculated. Cannot be calculated. Actual value cannot be calculated. കാര്യം എന്താണ്? ഇത്രയും മറ്റേ കോടാനുകോടി പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും മറ്റേ സ്പീഡും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്? പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വൽ എനർജി കനോട്ട് ബി കാൽക്കുലേറ്റഡ്. പക്ഷേ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ആൻഡ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എല്ലാവരും നോക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ടേംസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ ഇപ്പോൾ കുറച്ച് ഗ്യാസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ, പാളം തെറ്റി പോകരുത്. തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. എൻ്റെ ഒരു ഗ്യാസ് ഉണ്ട്, അതിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിനെല്ലാം കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്, ആ എനർജി ഉണ്ട്, ഈ എനർജി ഉണ്ട്. ഈ ഒരു ഗ്യാസിനെ ഞാനൊരു പ്രോസസ്സിൽ കൂടെ, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഐസോതെർമൽ ആവാം, ഐസോബാറിക് ആവാം, ഐസോകോറിക് ആവാം, ഒരു പ്രോസസ്സിൽ കൂടെ കടത്തി വിടുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും മാത്രമാണ് മാറ്റം വരുന്നത്. ബാക്കിയുള്ള ഈ ഇൻറ്റേർണൽ എനർജി ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പിന്നെ പഠിക്കും. ഈ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും മാത്രമാണ് മെയിനായിട്ട് മാറ്റം വരുന്നത്. സോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ആക്ച്വലി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. യെസ് ഓ നോ? ഗോട്ട് ഇറ്റ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞുതരാം മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. ഫോർ an ideal gas potential energy is equal to 0. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അതെന്താണ്? മക്കളെ, ഐഡിയൽ ഗ്യാസസ് നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഇല്ല. ഐഡിയൽ ഗ്യാസസിന് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഇല്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പൊട്ടൻഷ്യൽ എനർജിയും ഇല്ല. അവരുടെ പാർട്ടിക്കിൾസ് ദേ ഡോണ്ട് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. അവർ തമ്മിൽ ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ലെങ്കിൽ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, എല്ലാവരും നോക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇല്ലെങ്കിൽ ഫോർ an ideal gas delta U is equal to delta KE. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെങ്ങാനും തിയറട്ടിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ചേഞ്ച് ഇൻ ഇന്റേർണൽ എനർജി ഓഫ് an ideal gas is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ്സ് ഇറ്റ്. യെസ് ഓ നോ? ആൻഡ് ഒരു എക്സ്ട്രാ പോയിന്റും കൂടി പറഞ്ഞുതരാം. ഇറ്റ് ഡിപ്പെൻസ് only on temperature. ഓക്കെ, കാര്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അത് എന്തുകൊണ്ടാ? നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് an ideal gas depends only on temperature. ഇവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു ചേഞ്ച് ഇൻ ഇന്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ ഇന്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതായത് ഇഫ് കൈനറ്റിക് എനർജി ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് ഇന്റേർണൽ എനർജി ഓൾസോ ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. Internal energy change depends only on temperature. മനസ്സിലായോ മക്കളെ? Internal energy change depends only on temperature for an ideal gas. റിയൽ ഗ്യാസസിനല്ല. റിയൽ ഗ്യാസസിന് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഔട്ട് ഓഫ് സിലബസ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, യെസ് ഓൺ. ഐഡിയൽ ഗ്യാസിന് ചേഞ്ച് ഇൻ ഇന്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ മാറ്റിയാൽ മാത്രമാണ് ഐഡിയൽ ഗ്യാസിൻ്റെ ഇന്റേർണൽ എനർജി മാറുള്ളൂ. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ, എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കൂ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഐസോതെർമൽ പ്രോസസ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾ എഴുതിക്കോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0.
അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐസോതേർമൽ പ്രോസസ് ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് നിങ്ങൾ കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾ എഴുതിക്കോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0. കാര്യം എന്താണ്? ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇഫ് ടെമ്പറേച്ചർ ഇസ് നോട്ട് ചേഞ്ചിങ്, ഇന്റേണൽ എനർജി വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പോൾ അതൊരു ക്ലൂ ആണ്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് ഇന്റേണൽ എനർജി ഫോർ ദിസ് പ്രോസസ്. പിള്ളേർ ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അയ്യോ ഇതിൽ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, പക്ഷെ ഒരൊറ്റൊരു ക്ലൂ ഉണ്ടാവും. ഇറ്റ്സ് an isothermal process of an ideal gas. It expanded from let's say 10 liters to 20 liters. അങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കി ഇതിപ്പോൾ എന്താ ചെയ്യുക? നേരെ തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടാൽ നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. ആ നമ്പേഴ്സൊക്കെ നിങ്ങളെ ട്രാപ്പിലാക്കാൻ വേണ്ടി തന്നതാണ്. നേരെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. മനസ്സിലായോ മക്കളെ? യെസ് ഓ നോ? നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വർക്ക്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വർക്ക് ആൻഡ് ഹീറ്റ്. യെസ് ഓ നോ? വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം മക്കളെ. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. യെസ് ഓ നോ? ഹീറ്റ് എന്താണ്? ഹീറ്റ് ഇസ് ബേസിക്കലി ഡൈനാമിക് എനർജി. അതായത് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ എനർജി ട്രാൻസ്ഫർ നടക്കും. ആ എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൊരു സാധനം 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൊരു സാധനമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കും. അതിനെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സിൽ ചില സൈൻ കൺവെൻഷൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ചില സൈൻ കൺവെൻഷൻസ് ഉണ്ട്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം is positive. Work done by the system is negative. അതായത് സപ്പോസ് എനിക്ക് ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിലൊരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ഗ്യാസാണ്. ഈ കണ്ടെയ്നറിലൊരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കണ്ടെയ്നറിലൊരു ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസിനെ ഞാൻ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യണതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഇസ് പോസിറ്റീവ് വർക്ക്. ഐ ആം ഡൂയിങ് വർക്ക് ഓൺ ദ സിസ്റ്റം. യെസ് ഓ നോ? ഐ ആം ഡൂയിങ് വർക്ക് ഓൺ ദ സിസ്റ്റം. എന്നാൽ അതേ ഗ്യാസ് തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഗ്യാസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഗ്യാസ് ഇസ് ഡൂയിങ് വർക്ക് ഓൺ ദ സറൗണ്ടിങ്, അല്ലേ? സപ്പോസ് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പിസ്റ്റണെ പൊക്കിക്കൊണ്ടാണ് ഗ്യാസ് പോകുന്നത്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ ഹൂ ഇസ് ഡൂയിങ് ദ വർക്ക്? ഗ്യാസ് ഇസ് ഡൂയിങ് ദ വർക്ക്. ദാറ്റ് ഈസ് നെഗറ്റീവ് വർക്ക്. ഓക്കെ, അപ്പം ഞാൻ പറയാണ് ഗ്യാസ് ഇസ് കംപ്രസ്ഡ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഗ്യാസ് ഇസ് കംപ്രസ്ഡ്. 10 joules of energy was required for that. അത് +10 ആണോ -10 ആണോ? A gas is compressed. 10 joules of work was required for that. അത് +10 ആണോ -10 ആണോ? അത് +10 ആണോ -10 ആണോ? അത് +10 ആയിരിക്കും. കാര്യം നമ്മൾ കംപ്രസ് ചെയ്യാണ്. We are doing work on the gas. നമ്മൾ കംപ്രസ് ചെയ്യാണ്. നേരെ മറിച്ച് ഗ്യാസ് ഇസ് എക്സ്പാൻഡിങ് എന്ന് കണ്ടാൽ ദാറ്റ് ഇസ് നെഗറ്റീവ് വർക്ക്. സിമ്പിളായിട്ടൊരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. കംപ്രഷൻ മീൻസ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് വർക്ക്. എക്സ്പാൻഷൻ ആണെങ്കിൽ നെഗറ്റീവ് വർക്ക്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഡോണ്ട് ഫർഗെറ്റ് ദിസ്. കംപ്രഷൻ ആണെങ്കിൽ പോസിറ്റീവ് വർക്ക്, എക്സ്പാൻഷൻ ആണെങ്കിൽ നെഗറ്റീവ് വർക്ക്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇനി ഹീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, ഹീറ്റ് പ്രൊവൈഡഡ് when heat is absorbed, എല്ലാവരും നോക്കുക. when heat is absorbed, it is positive. When heat is released, it is negative. അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ ഞാൻ പോസിറ്റീവായിട്ടും റിലീസ് ചെയ്യുന്ന ഹീറ്റിനെ ഞാൻ നെഗറ്റീവായിട്ടും എടുക്കുന്നു. അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പോസിറ്റീവും റിലീസ് ചെയ്യുന്ന ഹീറ്റ് നെഗറ്റീവും. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു. ആ ഒരു പ്രോസസ്സ് നടക്കുന്നു. ആ പ്രോസസ്സിൽ ലെറ്റ്സ് സേ 10 joules of heat is absorbed by the gas.
10 joules of heat is absorbed by the gas എന്ന് പറയുമ്പോൾ ടോട്ടൽ ഹീറ്റിനെ ഞാൻ +10 എന്നിടുന്നു. എന്നാൽ വേറൊരു പ്രോസസ്സിൽ ലെറ്റ്സ് സേ 10 joules of heat is released. 10 joules of heat is released ആണെങ്കിൽ ഞാൻ ആ ഹീറ്റിനെ -10 എന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം, ഹീറ്റ് is represented by the letter Q, work is represented by the letter W. Heat is represented by the letter Q, work is represented by the letter W. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല. The general formula for work. General formula for work. വർക്കിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? DW is equal to വർക്കിൻ്റെ ജനറൽ ഫോർമുല DW is equal to minus P external into dV. DW is equal to minus P external into dV. അതായത് ഒരു ചെറിയ സപ്പോസ് എൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇതൊരു പിസ്റ്റണാണ്, ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പിസ്റ്റണെ ഞാൻ ചെറുതായിട്ടൊന്ന് അമർത്തി എന്ന് വിചാരിക്കുക, വിത്ത് ആൻ എക്സ്റ്റേണൽ പ്രഷർ Px. ഓക്കെ, P external pressure Px. ഓക്കെ, ആ ചെറിയ വർക്കിനെയാണ് മൈനസ് P external into dV എന്ന് പറയുന്നത്. അതിപ്പോൾ എക്സ്പാൻഷൻ നടന്നാലും മൈനസ് P external into dV തന്നെയായിരിക്കും. യെസ് ഓ നോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ഈ മൈനസ് എപ്പോഴും ഇടണോ? ഈ മൈനസ് എപ്പോഴും ഇടണം മക്കളെ, ഈ മൈനസ് എപ്പോഴും ഇടണം. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ അല്ല, അത് എക്സ്പാൻഷൻ ആയാലും കംപ്രഷൻ ആയാലും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ അതെങ്ങനെ കറക്റ്റ് ആവുക? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കംപ്രഷൻ്റെ കേസാണെങ്കിൽ DV നെഗറ്റീവ് ആവും. കാര്യം എന്താണ്? DV എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വോളിയമാണ്. കംപ്രഷൻ്റെ കേസിൽ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം നെഗറ്റീവ് ആണ്. കാര്യം ഫൈനൽ വോളിയം ഇസ് ലെസർ, കംപ്രസ് ചെയ്യാണ്. അപ്പോൾ DV നെഗറ്റീവ് ആവുമ്പോൾ മൈനസും ക്യാൻസലായി പ്ലസ് ആവും, DW പോസിറ്റീവ് ആവും. അത് നമുക്കറിയാം, കംപ്രഷനിൽ വർക്ക് പോസിറ്റീവ് ആവണം. യെസ് ഓ നോ? അതേപോലെ എക്സ്പാൻഷൻ ആണെങ്കിൽ DV പോസിറ്റീവ് ആണ്. കാര്യം എന്താണ്? എക്സ്പാൻഷനിൽ ഫൈനൽ വോളിയം ഇസ് ലെസർ ദാൻ ഇനീഷ്യൽ വോളിയം. അപ്പോൾ DV പോസിറ്റീവ് ആണ്, DW നെഗറ്റീവ് ആവും. കാര്യം എന്താ? ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോ കറക്റ്റഡ് ആണ്. ആ നെഗറ്റീവ് ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യും. ആ നെഗറ്റീവ് എപ്പോഴും ആഡ് ചെയ്യണം. ഓൾവേസ് ആഡ് നെഗറ്റീവ്. കംപ്രഷനായാലും എക്സ്പാൻഷനായാലും ഓൾവേസ് ആഡ് ദാറ്റ് നെഗറ്റീവ് സിമ്പിൾ. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ മക്കളെ? കൂൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കുക. The gas in a container absorbs 300 joules of heat. After this, 100 joules of work is done on it, which is followed by 50 joules of work done by the gas. The increase in the internal energy of the gases. ഒരു മിനിറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലേറ്റർ ചെയ്യാം കേട്ടോ. കാര്യം ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ അനുസ്പദമാക്കിയിട്ടാണ്. ഡോണ്ട് വറി അബൌട്ട്. ഇതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഇറ്റ് ഈസ് അബ്സോർബ്ഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. A gas undergoes change from state A to state B. In this process, the heat absorbed and work done by the gases 5 joules and 8 joules. Now gas is brought back to A by another process during which 3 joules of heat is evolved. In this reverse process of B to A, which among the following is correct? ക്വസ്റ്റ്യൻസ് വരും മക്കളെ, ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കണം മക്കളെ. സോ പ്ലീസ് ബി പേഷ്യൻറ്റ്. ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ആദ്യം ഇതിലേക്ക് ഫോക്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കില്ല. ഓക്കെ, വാട്ട് ഇസ് ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക മക്കളെ. റീഡ് ദ ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി. Read the question very carefully. A gas undergoes change from state A to state B. In this process, the heat absorbed and work done by the gas is 5 joules and 8 joules. എല്ലാവരും നോക്കുക.
സ്റ്റേറ്റ് എ, സ്റ്റേറ്റ് എയിൽ നിന്ന് സ്റ്റേറ്റ് ബിയിലേക്ക് പോയി. ഇൻ ദിസ് പ്രോസസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ഓക്കെ, ഈ ഫസ്റ്റ് പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാണ്? ഹീറ്റ് അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു 5 joules. ഹീറ്റ് അബ്സോർബ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് അബ്സോർബ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് +5. ഇറ്റ് ഇസ് +5. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഇസ് ഈക്വൽ ടു -8. Work is equal to -8. Yes or no? Now gas is brought back to A. Gas തിരിച്ചു വരുന്നു എയിലേക്ക്. Yes or no? By another process during which 3 joules of heat is evolved. അപ്പോൾ ആ സെക്കൻഡ് പ്രോസസ്സിൽ 3 joules of heat is evolved. 3 joules of heat is evolved എന്ന് പറയുമ്പോൾ ഹീറ്റ് എത്രയാണ്? -3. Yes or no? Fine. In this reverse process work done will be. വർക്ക് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇതിലും ആക്ച്വലി ഫസ്റ്റ് ലോയുടെ ഉപയോഗം ഉണ്ട്. ഞാൻ തൽക്കാലം ഫസ്റ്റ് ലോ വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് ലോ നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ലോ അറിയാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. വാട്ട് വിൽ ബി ദ ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി? ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി ഈക്വൽ ടു 0. കാര്യം എന്താണ്? ദിസ് ഇസ് എ സൈക്ലിക് പ്രോസസ്. ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി ഈക്വൽ ടു 0 ബിക്കോസ് ദിസ് ഇസ് എ സൈക്ലിക് പ്രോസസ്. യെസ് ഓർ നോ? നിങ്ങൾ ഫസ്റ്റ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട് മക്കളെ. ഫസ്റ്റ് ലോയിൽ പഠിച്ചിട്ടുണ്ട് that change in internal energy is equal to total heat involved plus total work involved plus total heat involved. Change in internal energy of any process is equal to the total heat involved plus the total work. Yes or no? അപ്പോൾ ഇവിടെ total change in internal energy is equal to 0 ഈ ക്വസ്റ്റ്യനിൽ. കാര്യം എന്താണ്? ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. That is equal to total heat involved. Total heat involved എത്രയാ? 5 plus -3. Yes or no? Plus total work involved. എത്രയാ? -8 plus x. ഈ x വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ് ഓ നോ? അപ്പോൾ ആ x വാല്യൂ എത്രയായിട്ട് വരും മക്കളെ? How much is that x value coming out to be? X value is equal to 6. X value positive 6 ആണ്. യെസ് ഓ നോ? X value positive 6 ആണ്. ഇനി അതിൽ സൈൻ ഒന്നും ഇടാൻ നിൽക്കണ്ട. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടിയത്. ഇനി അതിൽ സൈൻ ഒന്നും ഇടാൻ നിൽക്കണ്ട. ഓക്കെ, സോ 6 means 6 joules of work is done on the gas. 6 joules of work is done on the gas by the surrounding. അതായത് സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് എ കംപ്രഷൻ വർക്ക്. സോ ബേസിക്കലി D will be the answer. Yes or no? അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ലോ പറഞ്ഞു കഴിഞ്ഞു. ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ അബ്സോർബ്സ് 300 joules of heat. After this 100 joules of work is done on it, which is followed by 50 joules of work done by the gas. The increase in internal energy എന്തായിരിക്കും മക്കളെ? ക്വിക്ക്ലി ചെയ്യാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ മക്കളെ. പ്ലീസ് ലൈക്ക് ദ കോണ്ടന്റ് ഇഫ് യു ജെന്യുൻലി ലിസ്ണിംഗ്. ഓക്കെ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വരുന്ന ഒരു സപ്പോർട്ടാണ്. ഓക്കെ, യെസ് ഓ നോ? എല്ലാവരും നോക്കുക മക്കളെ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണ്? ഡെൽറ്റ യു is equal to Q plus W. ഓക്കെ, 100 joules of work is, എല്ലാവരും നോക്കുക. A container absorbs 300 joules of heat. Okay, 300 joules of heat absorb ചെയ്യുന്നു. അപ്പോൾ +300. യെസ് ഓ നോ? അത് കഴിഞ്ഞിട്ട് 100 joules of work is done on it. ആ വേർഡ്സ് ശ്രദ്ധിക്കുക. on it അതായത് വർക്ക് ഇസ് പോസിറ്റീവ്. അത് കഴിഞ്ഞിട്ട് 50 joules of work is done by the gas. അപ്പോൾ -50. So that is equal to 350 joules. ഇനി ഇതിൽ സൈൻ ചേഞ്ച് ഒന്നും വരുത്താൻ നിൽക്കരുത്. കാര്യം സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്. So 350 joules is the answer. C will be the answer.
Yes or no, my dear students? Kittiyo? Kittiyo, makale? Makale, kittiyo? Yes or no? Yes or no? Yes or no, my dear students? Okay. ഇനി നമുക്ക് എങ്ങോട്ട് കിടക്കാം? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കുക. A sample of liquid in a thermally insulated, ഇതൊരു theoretical question ആണ്. A sample of liquid in a thermally insulated container is stirred for 2 hours by a mechanical linkage to a motor in the surrounding. For this process, which among the following is correct? ഈ ഒരു പ്രോസസ്സിന് which among the following is correct? Think about it. Don't jump into any conclusions. Think ചെയ്യുക, ചാടി കൺക്ലൂഷനിലേക്ക് എത്തരുത്. Which among the following is correct? അതായത് ബേസിക്കലി എല്ലാവരും നോക്കുക മക്കളെ, നമുക്ക് ഒരു തേർമലി ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ഉണ്ട്. എന്ന് വിചാരിക്കുക. തേർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ ആ തേർമലി ഇൻസുലേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, Q will be equal to 0. തേർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, ഒരു അഡയാബാറ്റിക് വാളാണ്. ഓക്കെ, ഇറ്റ് ഇസ് സ്റ്റിർഡ് ഫോർ 2 hours. അതിൽ സ്റ്റിർ ചെയ്യാണ് മക്കളെ. വി ആർ സ്റ്റിറിങ് ഇറ്റ് ഫോർ 2 hours. നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക മക്കളെ, നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോൾ ഹൂ ഈസ് ഡൂയിങ് വർക്ക്? ദ മോട്ടർ ഇസ് ഡൂയിങ് വർക്ക്. ദാറ്റ് മീൻസ് surrounding is doing work on the system. മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്, മോട്ടർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ W is greater than 0, Q is equal to 0. നിങ്ങൾക്കറിയാം ഡെൽറ്റ U എന്ന് പറയുന്നത് Q plus W ആണ്. ഡെൽറ്റ U is equal to Q plus W. That means delta U will be greater than 0. Yes or no? W greater than 0, Q is equal to 0, delta U greater than 0. Yes or no? D will be the answer. മനസ്സിലായോ? Yes or no? Got it? കാര്യം വർക്ക് ആരാണ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ വർക്കാണ്, പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ടാണ് ചെയ്യുന്നത്. മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പോൾ work is greater than 0, Q is equal to 0, delta U will be equal to Q plus W. W positive ആണ്, Q 0 ആണ്. അപ്പോൾ delta U greater than 0. D will be the answer. As simple as that. Got it? Okay. Next. എല്ലാവരും നോക്കുക മക്കളെ. Next we are going to get into reversible and irreversible work. കുറേ പിള്ളേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. ഫോർമുലാസ് ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുക? റിവേഴ്സിബിൾ വർക്കിൻ്റെ ഫോർമുലാസ് എന്താണ്? ഇറിവേഴ്സിബിൾ വർക്കിൻ്റെ ഫോർമുലാസ് എന്താണ്? ഈ ഫോർമുലാസ് ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഈ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തരാം മക്കളെ. ഞാനിപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. നിങ്ങൾ ഈ എക്സാമ്പിൾ കുറേ പ്രാവശ്യം കുറേ സ്ഥലത്ത് കേട്ട് കാണും, എന്നാലും ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ. ഞാനൊരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഓക്കെ, ആ കണ്ടെയ്നറിൽ ഒരു പിസ്റ്റൺ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ കുറച്ച് ഗ്യാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, യെസ് ഓ നോ? അതിൽ കുറച്ച് ഗ്യാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. 1 second, ദൂരാലോ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ലെറ്റ് us say ഈ പിസ്റ്റൻ്റെ പുറത്ത് കുറേ മൺതരികളുണ്ട്. മൺതരികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പുറത്തുണ്ട് എന്ന് വിചാരിക്കുക. മൺതരികൾ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇനീഷ്യലി തുടക്കത്തിൽ ഈ എക്സ്റ്റേണൽ പ്രഷറും, ഇതിനെ പി എക്സ്റ്റേണൽ എന്ന് ഞാൻ വിളിക്കുന്നു, ഇൻറ്റേർണൽ പ്രഷറും, ഉള്ളിലുള്ള ഗ്യാസ് പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും സെയിം ആണ്. ഇൻറ്റേർണൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഗ്യാസ് പ്രഷറാണ്, PG ആണ്. രണ്ടും സെയിം ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം ആണ്, പിസ്റ്റൺ അനങ്ങുന്നില്ല. ഞാൻ ഇതിൽ നിന്ന്
ഒരു മൺതരി എടുത്ത് മാറ്റുന്നു. ഞാൻ ഇതിൽ നിന്ന് ഒരു മൺതരി എടുത്ത് മാറ്റുമ്പോൾ എന്ത് പറ്റും? പുറത്തുള്ള പ്രഷർ കുറയും, പുറത്തുള്ള വെയിറ്റ് കുറയും. അപ്പോൾ ഉള്ളിലുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനേലും കൂടും. അപ്പോൾ ജസ്റ്റ് കുറച്ചേ കൂടുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ പിസ്റ്റൺ ഒന്ന് മേളിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പോകും. അങ്ങനെ പിസ്റ്റൺ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ വോള്യൂം ഇൻക്രീസ് ആവില്ലേ? ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പോയി. അപ്പോൾ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ വോള്യൂം കൂടി. അങ്ങനെ ഗ്യാസിൻ്റെ വോള്യൂം കൂടിക്കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രഷർ കുറയില്ലേ? നിങ്ങൾക്കറിയാം, വോള്യൂം കൂടിക്കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിസ്റ്റൺ പൊങ്ങിയപ്പോൾ ഗ്യാസിൻ്റെ വോള്യൂം കൂടി. കൂടിയപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ കുറഞ്ഞ് വീണ്ടും എക്സ്റ്റേണൽ പ്രഷറായിട്ട് ഈക്വലായി. ആ മൺതരി എടുത്ത് മാറ്റിയപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കുറഞ്ഞു. ഗ്യാസിൻ്റെ പ്രഷർ എക്സ്റ്റേണൽ പ്രഷറിലും കൂടുതലാണ്. പിസ്റ്റൺ കുറച്ച് പൊങ്ങിയപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ എക്സ്റ്റേണൽ പ്രഷറായിട്ട് വീണ്ടും ഈക്വലായി. വീണ്ടും ഞാനൊരു മൺതരി എടുത്ത് കളയാണ്. പിസ്റ്റൺ പൊങ്ങുമ്പോൾ മൺതരി എടുത്ത് കളയുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കുറഞ്ഞു. എക്സ്റ്റേണൽ പ്രഷർ കുറയുമ്പോൾ പിസ്റ്റൺ പൊങ്ങുമ്പോൾ ഗ്യാസ് പ്രഷർ കുറഞ്ഞു. വീണ്ടും ഗ്യാസ് പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും സെയിം ആണ്. സോ ബേസിക്കലി എല്ലാ പോയിന്റിലും ഇത് ഫൈനലി പിസ്റ്റൺ പൊങ്ങി ഫൈനൽ ലെവലിൽ എത്തുമ്പോൾ എല്ലാ പോയിന്റിലും സിസ്റ്റത്തിൻ്റെ പ്രഷറും സറൗണ്ടിങ്ങിൻ്റെ പ്രഷറും ഈക്വൽ ആണ്. അല്ലെങ്കിൽ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ്. ഇതിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻ റിവേഴ്സിബിൾ പ്രോസസ് for each step system in equilibrium with surrounding. System is in equilibrium with surrounding for each step. Ella step in it happens in infinite steps. ിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ മൺതരി ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറേ എടുത്ത് കളയേണ്ടി വരും ഫൈനലി നല്ലൊരു എക്സ്പാൻഷൻ കിട്ടാൻ, അല്ലെങ്കിൽ നല്ലൊരു ഫൈനൽ വാല്യൂയിലേക്ക് എത്താനായിട്ട് കുറേ ചെയ്യേണ്ടി വരും, കുറേ സ്റ്റെപ്പിൽ പോകേണ്ടി വരും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ഇൻഫൈനൈറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? നേരെ മറിച്ച് ഞാൻ ഇതേ കണ്ടെയ്നറിൽ അതേ പിസ്റ്റണിൽ അതേ ഗ്യാസ് ഉണ്ട്. അതേ പിസ്റ്റണിൽ അതേ ഗ്യാസ് ഉണ്ട്. ഓക്കെ, അതേ ഗ്യാസ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു 5 കിലോയുടെ കട്ട വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യലി എക്സ്റ്റേണൽ പ്രഷറും ഇന്റേണൽ പ്രഷറും സെയിം ആണ്. ഞാൻ ഈ 5 കിലോയുടെ കട്ട എടുത്ത് കളഞ്ഞു. 5 കിലോയുടെ കട്ട എടുത്ത് കളയുമ്പോൾ ഉടനെ തന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് ഫൈനൽ വാല്യൂയിലേക്ക് എത്തും. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല, ടക്ക് എന്ന് പറഞ്ഞ ഫൈനൽ വാല്യൂയിലേക്ക് എത്തും. അവിടെയാണ് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാവരും നോക്കുക. ഇറ്റ് ഹാപ്പൻസ് ഇൻ ഫൈനൈറ്റ് സ്റ്റെപ്സ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഇനീഷ്യലി ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ഫൈനലി ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രഷർ വരുന്നില്ല. റിവേഴ്സിബിൾ പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രഷർ ഇങ്ങനെ മാറി ഫൈനൽ വാല്യൂയിലേക്ക് എത്തും. ഇവിടെ ഇനീഷ്യലി ഒരു പ്രഷർ, ഫൈനലി ഒരു പ്രഷർ, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് വേറെ വാല്യൂ വരുന്നില്ല. അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി നിങ്ങൾ ചോദിക്കും, സർ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? നിങ്ങളുടെ സിലബസിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ. റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഇത് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ, ഒരു റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ നടക്കുമ്പോൾ ഉള്ള വർക്കാണ് -2.303 nRT log of V2/V1. ഈ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. യെസ് ഓ നോ? ഫൈൻ. ഇതെന്തിനുള്ള ഫോർമുലയാണ്?
ഇത് എന്തിനുള്ള ഫോർമുലയാണ്? റിവേഴ്സിബിൾ ഐസോതേർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പം നടക്കുന്ന വർക്കിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണിത്. എന്നാൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ആണെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടാൽ, കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് നിങ്ങൾ കണ്ടാൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. അങ്ങനെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്കാണ് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1, മൈനസ് ബി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1. ഈ രണ്ട് ഫോമിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1. ആ പി എക്സ്റ്റേണൽ തന്നു കാണും. അപ്പോൾ ഇറിവേഴ്സിബിൾ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഒന്നിലേക്ക് പറഞ്ഞു കാണും, അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് കാണും കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ഐസോതേർമൽ എക്സ്പാൻഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് PV ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. The PV graph will be like this. Yes or no? PV ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. നേരെ മറിച്ച് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ PV ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. യെസ് ഓ നോ? രണ്ടും വ്യത്യാസമുണ്ട്. ഫൈൻ. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? കോൺസ്റ്റൻറ്റ് പ്രഷർ ക്വസ്റ്റനിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ ഐസോതേർമൽ പ്രോസസ്സാണെന്നുള്ളത് തന്നു കാണും ക്വസ്റ്റനിൽ, അതെന്തായാലും തന്നു കാണും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഫൈൻ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എല്ലാവരും ഒന്ന് നോക്കുക. ഏരിയ അണ്ടർ PV graph is equal to magnitude of work done for any process. ഏത് പ്രോസസ്സ് എടുത്താലും ഏരിയ അണ്ടർ ദ PV ഗ്രാഫ് വിൽ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐസോതേർമൽ പ്രോസസ്സിനെ നമ്മൾ കണ്ടു. ഐസോതേർമൽ പ്രോസസ്സിൻ്റെ PV ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ആ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഈ വാല്യൂയുടെ മാഗ്നിറ്റ്യൂഡ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യെസ് ഓ നോ? ഫൈൻ. അതിപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്, കംപ്രഷൻ എന്ന് പറയുമ്പോൾ ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്, എങ്ങനെയായാലും ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഇനിയിപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആണെങ്കിൽ ഇതായിരിക്കും ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ബി the magnitude of the work done. ഇനിയിപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക, PV ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴും ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഡൺ. അതിപ്പോൾ റിവേഴ്സിബിൾ അല്ല, ഐസോതേർമൽ പ്രോസസ് ആവണമെന്നില്ല, ഐസോബാറിക് പ്രോസസ് ആവണമെന്നില്ല, എന്ത് പ്രോസസ്സ് എടുത്താലും ഏരിയ അണ്ടർ PV ഗ്രാഫ് വിൽ ബി ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഡൺ. It will be equal to magnitude of work done. Yes or no, my dear students? Fine. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ മക്കളെ. ഞാൻ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. എല്ലാവരും നോക്കുക. 10 moles of ideal gas expand isothermally and reversibly from a pressure of 10 atm to 1 atm at 300 Kelvin. What is the largest mass which can be lifted? Through a height of 100 meter? What is the largest mass which can be lifted through a height of 100 meter? യെസ് പൂർണിമ, ഫുൾ ചാപ്റ്റർ എടുക്കുന്നതാണ്. തെർമോകെമിസ്ട്രി പിന്നെയാണ് വരുന്നത്, പക്ഷേ തെർമോഡൈനാമിക്സിൻ്റെ എല്ലാ പാർട്ടും എടുക്കുന്നതാണ് ടിൽ ഗിബ്സ് എനർജി. ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം മക്കളെ? എല്ലാവരും നോക്കുക. നമുക്ക് ഇങ്ങനൊരു കണ്ടെയ്നർ ഉണ്ട്. യെസ് ഓ നോ? ആ കണ്ടെയ്നറിൻ്റെ പുറത്ത് ഇങ്ങനൊരു മാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. യെസ് ഓ നോ? ഈ ഗ്യാസ്
ഈ ഗ്യാസ് ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഈ ഗ്യാസ് ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഗോസ് ഫ്രം 10 atm to 1 atm. ഇറ്റ് ഗോസ് ഫ്രം 10 atm to 1 atm. യെസ് ഓർ നോ? അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് മാസ് ഇറ്റ് ക്യാൻ ലിഫ്റ്റ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വർക്ക് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാസ്, അല്ലേ? ഗ്യാസ് ചെയ്യുന്ന വർക്ക്, ഗ്യാസ് ആ മാസിനെ എത്ര പൊക്കുന്നു, ആ മാസ് ഇപ്പോൾ ലെറ്റ് us say it goes to this height, ഈ ഒരു ഹൈറ്റ് വരെ എത്തിയെന്ന് വിചാരിക്കുക. ദിസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ, അല്ലേ? mgh will be equal to work done. Yes or no? Will be equal to magnitude of work done. Alle mgh will be equal to the change in potential energy will be equal to magnitude of work done. എത്ര ഗ്യാസ് എത്ര വർക്ക് ചെയ്തു, ആ വർക്ക് പോകുന്നത് എങ്ങോട്ടാണ്? മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യാനാണ്. ഇത് ആക്ച്വലി ഒരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും സോ എല്ലാവരും നോക്കുക, എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജി എത്രയാണ്? 9.8. ഓക്കെ, ഹൈറ്റ് എത്രയാണ്? 100. ഓക്കെ, വർക്ക് എത്രയാണ് വരുന്നത്? വർക്ക് എത്രയാണ്? 2.303. എൻ എത്രയാണ്? 10. ആർ എത്രയാണ്? ആറിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത് മക്കളെ? ജൂൾസ് ആണ്. ജൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 8.314 ആണ് കേട്ടോ. ആറിൻ്റെ വാല്യൂ 8.314 ആണ് വരേണ്ടത്. 8.314 ജൂൾസ്, മോൾ റേസ് ടു -1, കെൽവിൻ റേസ് ടു -1. ലിറ്റർ ATM ആണെങ്കിലാണ് 0.0821 യൂസ് ചെയ്യേണ്ടത്. സോ 10 into 8.314 n into r into t. t എത്രയാണ്? 300 into log of v2 by v1. മക്കളെ, v2 by v1 എന്നുള്ളത് ഐസോതേർമൽ പ്രോസസ് ആണ്. നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ബോയിൽസ് ലോ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്കറിയാം ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ PV കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് P1 V1 വിൽ ബി ഈക്വൽ ടു P2 V2. അതായത് V2 by V1 എന്നുള്ളത് P1 by P2 എന്ന് എഴുതാം. V2 by V1 എന്നുള്ളത് P1 by P2 എന്ന് എഴുതാം. P1 by P2 എന്ന് എഴുതാം. അതായത് ഈ ഫോർമുല ഉണ്ടല്ലോ, ഈ ഫോർമുലയിൽ V2 by V1 എന്ന് പകരം P1 by P2 എന്ന് എഴുതാം. യെസ് ഓ നോ? ഫൈൻ. സോ ബേസിക്കലി ഇതിൽ നിന്ന് മാസ് കിട്ടാം. P1 എത്രയാണ്? P1 വിൽ ബി ഈക്വൽ ടു എല്ലാവരും നോക്കുക, P1 വിൽ ബി ഈക്വൽ ടു 10. P1 10 ആണ് ഇനീഷ്യൽ പ്രഷർ. P2 എത്രയാണ്? 1. അപ്പോൾ ലോഗ് ഓഫ് 10 ഇസ് 1. ഇതിൽ നിന്ന് മാസിൻ്റെ വാല്യൂ കിട്ടാൻ പോകുന്നത് 58.55 ആയിരിക്കും കേട്ടോ. 58.55 ആയിരിക്കും. ഞാൻ ഇപ്പോൾ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല, പക്ഷേ യു ക്യാൻ ഡു ദ കാൽക്കുലേഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. 58.55 വിൽ ബി ദി ആൻസർ. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓ നോ? മനസ്സിലായോ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഫിസിക്സ് ഇൻറ്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻ. ഇത് ബേസിക്കലി ഒരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കെമിസ്ട്രി ഉണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. An ideal gas is allowed to expand from 1 liter to 10 liter against a constant external pressure of 1 bar. The work done in kilojoules is. An ideal gas is allowed to expand from 1 liter to 10 liter against a constant external pressure of 1 bar. The work done in kilojoules is. എന്തായിരിക്കും മക്കളെ? The work done in kilojoules will be. എല്ലാവരും നോക്കുക. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണെങ്കിൽ വിച്ച് ഫോർമുല വിൽ യു യൂസ്? കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണെങ്കിൽ മക്കളെ, ഏത് ഫോർമുലയാണ് നിങ്ങൾ യൂസ് ചെയ്യുക? കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണെങ്കിൽ ഏത് ഫോർമുലയാണ് നിങ്ങൾ യൂസ് ചെയ്യുക? കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ നോക്കുക, അങ്ങോട്ട് നോക്കുക മക്കളെ. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഫ്ലാഷ്, യു ഹിയർ? യെസ്, ഐ എം ഹിയർ. നീ ആരെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആരെയാലും പാളം തെറ്റാതെ കേൾക്കുക. ഇറ്റ്സ് an irreversible process. So basically work will be equal to minus P external into V2 minus V1 minus P external എത്രയാണ്? minus P external is equal to minus 1. 1 bar is approximately equal to 1 atm. Okay, അങ്ങനെ തന്നെ എടുക്കാം. minus 1 into V2 minus V1. 10 minus 1, that is equal to minus 9. Yes or no? My dear students? മനസ്സിലായോ? Got it? That is minus 9 liter ATM ആണ്.
നമുക്ക് വേണ്ടത് ജൂൾസിലാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, 1 liter ATM is equal to 101.3 joules. Yes or no? അപ്പോൾ -9 liter ATM will be equal to close to -909 joules. That is approximately equal to -0.9 kilojoules. Yes or no? അപ്പോൾ ഈ കൺവേർഷനും നിങ്ങൾ മറക്കരുത്, extremely important. ഈ കൺവേർഷനും നിങ്ങൾ മറക്കരുത്, extremely important. Yes or no? So -0.9 will be the answer. -0.9. കാര്യം kilojoules-ലാണ് നമുക്ക് ആൻസർ വേണ്ടത്. Let's move on to the next question. Which of the following statements or relationships is not correct in thermodynamic changes? Which is not correct? Which of the following is not correct in thermodynamic changes? ആരാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. Who is wrong എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും നോക്കുക മക്കളെ. What will be the answer for this one? എല്ലാവരും നോക്കുക. Delta U equal to 0 for isothermal reversible expansion of a gas, considering it to be ideal. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ മക്കളെ, ഞാൻ ഓൾറെഡി നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ദേ ഇത് ഓർമ്മയുണ്ടോ? Delta U depends only on temperature. For isothermal of an ideal gas, delta U is equal to 0. For isothermal of an ideal gas, delta U is equal to 0. So basically ഇവിടെ മക്കളെ delta U is equal to 0. That's a correct thing. Work is equal to minus nRT logarithm, natural logarithm of V2 by V1. Isothermal reversible expansion of a gas. അത് correct ആണ്. Minus nRT natural logarithm of V2 by V1. അതാണ് 2.303 log V2 by V1 നമ്മൾ എഴുതണം. ഇത് കറക്റ്റ് തന്നെയാണ്. വർക്ക് ഇസ് ഈക്വൽ ടു nRT logarithm of V2 by V1. ഇത് തെറ്റാണ്. വർക്ക് ഇസ് ഓൾവേസ് ഈക്വൽ ടു മൈനസ് nRT. logarithm of V2 by V1 അല്ലെങ്കിൽ minus 2.303 nRT log. ഈ ലോഗിൻ്റെയും മറ്റേ ലോഗിൻ്റെയും വ്യത്യാസമുണ്ട്. ഈ ലോഗ് എന്ന് പറയുമ്പോൾ log to the base 10, ഈ ലോഗ് എന്ന് പറയുമ്പോൾ log to the base e. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആൻസർ സി ആണ്. പക്ഷെ എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻ അനലൈസ് ചെയ്യാം. ഫോർ എ സിസ്റ്റം ഓഫ് കോൺസ്റ്റന്റ് വോളിയം, ഹീറ്റ് ഇൻവോൾവ് ഡയറക്ട്ലി ചേഞ്ചസ് ടു ഇന്റേണൽ എനർജി. ഫോർ എ സിസ്റ്റം ഓഫ് കോൺസ്റ്റന്റ് വോളിയം, ഹീറ്റ് ഇൻവോൾവ് ഡയറക്ട്ലി ചേഞ്ചസ് ടു ഇന്റേണൽ എനർജി. ഓബ്വിയസ്ലി നിങ്ങൾ നോക്കുക, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. നിങ്ങൾക്കറിയാം ഒരു കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഫോർ എ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് W will be equal to 0 always. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ W is equal to 0. കാര്യം എന്താണ്? നിങ്ങൾക്കറിയാം dW is equal to minus P external dV. ഇതാണ് ജനറൽ ഫോർമുല. ഈ dV will be equal to 0. നിങ്ങൾക്ക് ആ ജനറൽ ഫോർമുല ഓർമ്മയില്ലേ വർക്കിൻ്റെ? അതാണിത്. എവിടെ കൊണ്ടുവന്നിട്ടാലും ഇത് കറക്റ്റാണ്. അപ്പോൾ ഡി വി 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇല്ല, വോളിയത്തിന് ചേഞ്ച് ഇല്ല. dV equal to 0, dW is equal to 0. That means W is equal to 0. Work is equal to 0 എന്ന് പറയുമ്പോൾ delta U will be equal to Q. That means heat will be equal to internal energy change. അതും കറക്റ്റാണ് മക്കളെ. യെസ് ഓ നോ? പക്ഷേ ആൻസർ ബേസിക്കലി സി ആണ്. കാര്യം നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, യെസ് ഓ നോ? കൂൾ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹീറ്റ് കപ്പാസിറ്റി. മക്കളെ. ഹീറ്റ് കപ്പാസിറ്റി എല്ലാവരും നോക്കുക. വാട്ട് യു മീൻ ബൈ ഹീറ്റ് കപ്പാസിറ്റി? എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഹീറ്റ് ഇൻവോൾവ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ ഒരു റോഡുണ്ട്, ഒരു മെറ്റൽ റോഡ് ഉണ്ട്. ഓക്കെ, ആ മെറ്റൽ റോഡിലേക്ക് ഞാൻ 50 ജൂൾസ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തു. 50 ജൂൾസ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 30 - 20 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതായത് 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യാനായിട്ട്, ആ സിസ്റ്റത്തിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യാനായിട്ട് എത്ര ഹീറ്റ് വേണം? അതാണ് ഹീറ്റ് കപ്പാസിറ്റി. എനിക്ക് 5 ജൂൾസ് ഹീറ്റ് കൊടുത്താൽ ദ ടെമ്പറേച്ചർ റൈസസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഹീറ്റ് കപ്പാസിറ്റി. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹീറ്റ് കപ്പാസിറ്റി ഇസ് എ പാത്ത് ഫംഗ്ഷൻ.
ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷനാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്? ഹീറ്റ് ഒരു പാത്ത് ഫംഗ്ഷനാണ്. ഹീറ്റ് പാത്ത് ഫംഗ്ഷനാണ്, ഹീറ്റ് കപ്പാസിറ്റിയും ഒരു പാത്ത് ഫംഗ്ഷനാണ്. പിന്നെ എല്ലാവരും നോക്കുക, പിന്നെ എന്താണ് മക്കളെ ഇനിയുള്ളത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പഠിച്ചു. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. കെമിസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇസ് CM. That is equal to heat capacity Q by delta T divided by N. Just divide by the number of moles. അതായത് ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. ഈ ഒരു ഫോർമുല നിങ്ങൾ മനസ്സിൽ വെക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് ഓ നോ? അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Q by delta T dot mass. അതായത് ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാസ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാസ് ആണ് മക്കളെ. ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാസ്, ദാറ്റ് ഇസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യെസ് ഓർ നോ? ഫൈൻ, ഗോട്ട് ഇറ്റ്. ഒരു മിനിറ്റ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഇനി ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ്. യെസ് ഓ നോ? ഈ ഒരു കണക്ഷൻ നിങ്ങൾ മറക്കരുത്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ്. ഫോർ എക്സാമ്പിൾ, അവരിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി 10 തന്നിട്ടുണ്ട്. യെസ് ഓ നോ? ഫോർ നൈട്രജൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി 10 തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ, ദാറ്റ് ഇസ് 10/28. വാല്യൂസ് റാൻഡം ആണ്. പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ദിസ്. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. യെസ് ഓർ നോ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നോക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി നിങ്ങളുടെ സിലബസിൽ 2 എണ്ണമുണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി നിങ്ങളുടെ സിലബസിൽ 2 എണ്ണമുണ്ട്. വൺ CV ആൻഡ് വൺ CP. CV and CP എന്താണ് നിങ്ങൾക്കറിയാം? മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. This is basically molar heat capacity at constant pressure. ഇവർ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. CP minus CV is equal to R. Very important. Got it? മനസ്സിലായോ മക്കളെ? യെസ് ഓർ നോ? ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ ഒന്ന് നിർത്താൻ പറ്റുമോ? യെസ് ഓർ നോ നിർത്താൻ പറ്റില്ല മോനെ. അതിപ്പോൾ എൻ്റെ കൂടപ്പറപ്പായിപ്പോയി. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. യെസ് ഓർ നോ? ഓക്കെ, ഞാൻ നിർത്താൻ ശ്രമിക്കാം. കൂൾ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ചില വാല്യൂസ് ആണ്. അതായത് ചില വാല്യൂസ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. എല്ലാവരും നോക്കുക. CV, CP, ഗാമ. ഗാമ എന്ന് പറയുന്നത് CP/CV ആണ് കേട്ടോ. ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ്, ഇത് ഡയറക്റ്റ് ആയിട്ട് തിയററ്റിക്കൽ ക്വസ്റ്റനിൽ വരാം. ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹീലിയം മോണോ അറ്റോമിക് ആണ്, നിയോൺ മോണോ അറ്റോമിക് ആണ്, ആർഗൺ മോണോ അറ്റോമിക് ആണ്. ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് CV is equal to 3/2R, CP is equal to 5/2R. Yes or no? Gamma is basically 5/3 CP/CV. Diatomic gas or linear triatomic gas. Diatomic gas എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ O2, N2 എക്സെട്ര. ലീനിയർ ട്രൈഅറ്റോമിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ CO2 നിങ്ങൾ കണ്ടിട്ടില്ലേ? ലീനിയർ ട്രൈഅറ്റോമിക് ആണ്. CO2യുടെ ഷേപ്പ് എന്താണ്? ഇങ്ങനെയാണ്. യെസ് ഓർ നോ? 3 ആറ്റംസ് ഉണ്ടെങ്കിലും അത് ലീനിയർ ട്രൈഅറ്റോമിക് ആണ്. ഇവർക്ക്
CV വാല്യൂ വരുന്നത് 5/2R, CP വാല്യൂ വരുന്നത് 7/2R, ഗാമ വാല്യൂ വരുന്നത് 7/5. ഫൈനലി നോൺ ലീനിയർ ട്രയറ്റോമിക്. നോൺ ലീനിയർ ട്രയറ്റോമിക് എന്ന് പറയുമ്പോൾ ആരാണ്? നോൺ ലീനിയർ ട്രയറ്റോമിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ SO2, യെസ് ഓ നോ, SO2, NO2 ഇവരൊക്കെ നോൺ ലീനിയർ ട്രയറ്റോമിക് ആണ് അല്ലേ? നോൺ ലീനിയർ ആണ്. ഫോർ എക്സാമ്പിൾ SO2യുടെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. SO2 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദാറ്റ്സ് എ നോൺ ലീനിയർ ഗായ്. ഇതിൻ്റെ CV വാല്യൂ വരുന്നത് 3R ആണ്. CP വാല്യൂ വരുന്നത് 4R ആണ്. CP/CV വരുന്നത് 4/3 ആണ്. CP/CV വരുന്നത് 4/3 ആണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസിൽ വരാം. സോ പ്ലീസ് ഡു കീപ് ദം ഇൻ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മക്കളെ? നെക്സ്റ്റ് അഡയാബാറ്റിക് പ്രോസസ്. എല്ലാവരും നോക്കുക. അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ Q is equal to 0. അഡയാബാറ്റിക് പ്രോസസ്സ് കീമിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് കുറവാണ്. വരില്ല എന്നല്ല, കുറവാണ്, വളരെ കുറവാണ്. എന്നാലും ചില ഫോർമുലാസ് ദാറ്റ് യു ടു കീപ്പ് ഇൻ മൈൻഡ്. ഫോർ an adiabatic process നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. PV raised to gamma is equal to constant. ഇപ്പോൾ ഐസോതേർമൽ പ്രോസസ് ഓഫ് an ഐഡിയൽ ഗ്യാസിൽ നിങ്ങൾക്കറിയാലോ PV equal to constant. അഡയാബാറ്റിക് പ്രോസസ്സിൽ PV raised to gamma is equal to constant. ഫോർ an ഐഡിയൽ ഗ്യാസ് ആണ് കേട്ടോ. അഡയാബാറ്റിക് പ്രോസസ് ഓഫ് an ഐഡിയൽ ഗ്യാസ്. നമുക്ക് ഐഡിയൽ ഗ്യാസസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഐഡിയൽ ഗ്യാസസിൻ്റെ കളികൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ വേറെ രീതിയിൽ എഴുതാം എനിക്ക്. TV raised to gamma minus 1 is equal to constant. ഇത് തന്നെ വേറൊരു രീതിയിൽ എഴുതാം. TV raised to gamma minus 1 is equal to constant. ഗാമ എന്താണ്? CP/CV. അത് തന്നു കാണും. യെസ് ഓ നോ? ഫൈൻ. പിന്നെ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് എപ്പോഴും is equal to delta U ആയിരിക്കും. കാര്യം എന്താണ്? Q is equal to 0. W is equal to delta U. That is equal to N into R into T2 minus T1 divided by gamma minus 1. Okay, this is valid for, ഇതിൽ ഈ ഫോർമുല is valid for ideal gas. Okay, for ideal gasesനെ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ബേസിക്കലി ഐഡിയൽ ഗ്യാസസിനെ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ just keep in mind this formula for ideal gas. This is valid for ideal gas. Okay, for ideal gas. Yes or no my dear students? Fine. ഇനി അഥവാ അവരിങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട്, ഇങ്ങനൊരു ഗ്രാഫ് തന്നു എന്ന് വിചാരിക്കാം. എല്ലാവരും നോക്കുക. ഇങ്ങനൊരു ഗ്രാഫ് തന്നു. അതിൽ 2 PV ഗ്രാഫ് ഇട്ടു. ഇങ്ങനൊരു PV ഗ്രാഫ് ഇട്ടു. രണ്ടുപേരുടെയും ഫൈനൽ വോള്യൂം സെയിം ആണ്. ഇവർ ചോദിക്കുകയാണ് ഇതിൽ ആരാണ് ഐസോതേർമൽ, ആരാണ് അഡയാബാറ്റിക്? വിച്ച് പ്രോസസ് ഇസ് ഐസോതേർമൽ, വിച്ച് പ്രോസസ് ഇസ് അഡയാബാറ്റിക്? കാര്യം എന്താണ്? അഡയാബാറ്റിക്കിൻ്റെ ഗ്രാഫും ശരിക്കും പറഞ്ഞാൽ വെരി സിമിലർ ഷേപ്പാണ്. PV ഗ്രാഫ് വരുന്നത് വളരെ സിമിലർ ഷേപ്പാണ്. അപ്പോൾ ഇങ്ങനെ 2 ഗ്രാഫ് തന്നിട്ട് അവർ ചോദിക്കുകയാണ് ഏതാണ് ഐസോതേർമൽ, ഏതാണ് അഡയാബാറ്റിക്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദിസ് വിൽ ബി ഐസോതേർമൽ. ദിസ് വിൽ ബി ഐസോതേർമൽ, ദിസ് വിൽ ബി അഡയാബാറ്റിക്. കാര്യം എന്താണെന്നറിയോ? അഡയാബാറ്റിക്കിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. ഐസോതേർമൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ് പോകണമെങ്കിൽ അഡയാബാറ്റിക് ഡിക്രീസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീപ്പർ സ്ലോപ്പിലായിരിക്കും. ഐസോതേർമൽ ഇങ്ങനെ പോകണമെങ്കിൽ അഡയാബാറ്റിക് സ്റ്റീപ്പർ സ്ലോപ്പിലായിരിക്കും. കാരണം അഡയാബാറ്റിക്കിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, അഡയാബാറ്റിക് ഇങ്ങനെ. യെസ് ഓ നോ? അത് തന്നെ അവർക്ക് വേറെ രീതിയിൽ ചോദിക്കാം. എല്ലാവരും നോക്കൂ. ഇപ്പോൾ ഇതൊരു എക്സ്പാൻഷനാണ്. ഇനി അവർ വേറെ രീതിയിൽ ചോദിച്ചു. PV ഗ്രാഫ് ഇങ്ങനെ 2 ഗ്രാഫ് തന്നു, ഇങ്ങനെ 2 പ്രോസസ്സ് തന്നു. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഇതിലേതാണ് അഡയാബാറ്റിക്, ഇതിലേതാണ് ഐസോതേർമൽ. അതായത് ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ഒരെണ്ണം. ഇതിലേതാണ് അഡയാബാറ്റിക്, ഇതിലേതാണ് ഐസോതേർമൽ.
ഇതിൽ ഏതാണ് അഡയബാറ്റിക്, ഇതിൽ ഏതാണ് ഐസോതേർമൽ? ഇതിൽ ഒബ്വിയസ്ലി ആൻസർ വരാൻ പോകുന്നത് ദിസ് വിൽ ബി അഡയബാറ്റിക്. ദിസ് വിൽ ബി അഡയബാറ്റിക്. അഡയബാറ്റിക്. കാര്യം എന്താണെന്നറിയോ? മക്കളെ? കാര്യം എല്ലാവരും നോക്കുക, അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. അഡയബാറ്റിക് ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പോയിന്റിൽ നിന്ന് തുടങ്ങി സെയിം വോള്യത്തിൽ അവസാനിച്ചു. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവിടെ എക്സ്പാൻഷനാണ് നടക്കുന്നത്. ഇവിടെയോ മക്കളെ? സെയിം പോയിന്റിൽ നിന്ന് തുടങ്ങി സെയിം പോയിന്റിൽ അവസാനിച്ചു. ഇവിടെ കംപ്രഷനാണ് നടക്കുന്നത്. ഇവിടെ കംപ്രഷനാണ്, വോളിയം ഡിക്രീസ് ആണ്. അവിടെയും അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് ഗ്രേറ്റർ ആയതുകൊണ്ട് ദിസ് വിൽ ബി അഡയബാറ്റിക്, ദിസ് വിൽ ബി ഐസോതേർമൽ. ദിസ് വിൽ ബി ഐസോതേർമൽ. യെസ് ഓ നോ? ഫൈൻ, ഗോട്ട് ഇറ്റ്. അപ്പം എക്സ്പാൻഷനിൽ എല്ലാവരും ശ്രദ്ധിച്ചു വെക്കുക, എക്സ്പാൻഷനിൽ ഐസോതേർമലിനായിരിക്കും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക്. കാര്യം ഐസോതേർമലിൻ്റെ ഗ്രാഫാണ് മേളിൽ കിടക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് അതിന് കൂടുതലായിരിക്കും, അഡയബാറ്റിക്കിൻ്റെ വർക്ക് കുറവായിരിക്കും. നേരെ മറിച്ച് കംപ്രഷനിൽ നേരെ തിരിച്ചായിരിക്കും. ഐസോതേർമലിന് കുറവും അഡയബാറ്റിക്കിന് കൂടുതലുമായിരിക്കും. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, യെസ് ഓ നോ? പോളിപ്രോട്ടിക് പ്രോസസ്സ് കീമിനില്ല മോനെ. പോളിപ്രോട്ടിക് പ്രോസസ്സിൽ ആകെ അഡയബാറ്റിക് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. വി ഡോണ്ട് ഹാവ് ടു ഡീൽ വിത്ത് എനിത്തിങ് എൽസ്. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ മക്കളെ. വെൻ 1 mole of monoatomic ideal gas at T Kelvin undergoes adiabatic change under a constant external pressure of 1 atm, change of volume from 1 liter to 2 liter, the final temperature in Kelvin would be which among the following? Final temperature in Kelvin would be which among the following? Think about it. Don't jump into any conclusions. Makala. ഓക്കെ മക്കളെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു യു ഡു ദിസ്? എങ്ങനെയാണ് ചെയ്യാം മക്കളെ? എല്ലാവരും നോക്കുക. നമുക്കറിയാം ടി വി റേസ് ടു ഗാമ മൈനസ് 1 is equal to constant. For an adiabatic process T V raised to gamma minus 1 is equal to constant. അല്ലേ? അതായത് T1 V1 raised to gamma minus 1 will be equal to T2 V2 raised to gamma minus 1. T1 V1 raised to gamma minus 1 will be equal to T2 V2 raised to gamma minus 1. മനസ്സിലായോ? T1 V1 raised to gamma minus 1 will be equal to T2 V2 raised to gamma minus 1. ഇതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. യെസ് ഓ നോ? V1 is equal to 1 എന്ന് തന്നിട്ടുണ്ട്, V2 is equal to 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. സോ T1 1 raised to gamma minus 1 divided by ഈ V2നെ ഇങ്ങോട്ട് എടുക്കുക. V2 എന്താണ്? 2 ആണ്. 2 raised to gamma minus 1. യെസ് ഓ നോ? ദാറ്റ് ഈസ് ഈക്വൽ ടു T1 by 2 raised to gamma minus 1. ഇതിൽ മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് തന്നിട്ടുണ്ട്. മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഗാമ എത്രയാണ്? ഗാമ വിൽ ബി ഈക്വൽ ടു 5/3 അല്ലേ? മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ 5/3 ആണ് ഞാൻ തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ദിസ് വിൽ ബി ഈക്വൽ ടു T by 2 raised to 5/3 minus 1. That is equal to T by 2 raised to 2/3. Yes or no, my dear students? Yes or no? Fine. Got it. So basically answer ഏതാണ് മക്കളെ? What will be the answer? The option will be A. A will be the option. Got it? Okay. Let's move on to the next part. വളരെ important ആയിട്ടുള്ള one of the most important parts in this chapter is basically enthalpy. One of the most important parts in this chapter is basically enthalpy. Enthalpy defined ചെയ്യുന്നത് H വെച്ചിട്ടാണ്. Understand, it is a state function.
It is a state function. Yes or no? It's an extensive property. It's an extensive property. State function ആണ്, extensive property ആണ്. State function ആണ്, extensive property ആണ്. What is enthalpy? H is equal to U plus PV. Enthalpy is H is equal to U plus PV. So basically delta H എടുക്കുകയാണെങ്കിൽ is equal to delta U plus delta of PV. Delta U plus delta of PV. മക്കളെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പല രീതിയിൽ കീം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കീ മാത്രമല്ല, ഏത് എൻട്രൻസ് ആയാലും ആ പല ട്രിക്സും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രോബ്ലംസും നമ്മളിപ്പോൾ കാണുന്നതാണ്. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് എൻതാൽപ്പി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ എല്ലാവരും നോക്കുക. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഫോമുല യൂസ് ചെയ്യുക. ഡെൽറ്റ വി എന്ന് ഉദ്ദേശിക്കുന്നത് V2 - V1. യെസ് ഓർ നോ? നെക്സ്റ്റ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും ആണെങ്കിൽ നിങ്ങൾക്കറിയാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇഫ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻറ്റ് പി വി ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പി വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ പി വി വിൽ ബി ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു. യെസ് ഓ നോ? രണ്ടാമത്തെ ട്രിക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ട്രിക്ക്, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കും കേട്ടോ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഡെൽറ്റ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോമുല ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ഇൻറ്റു ആർ ടി. ഡെൽറ്റ എൻ ജി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 2A ഗ്യാസ് പ്ലസ് ബി സോളിഡ് ഗിവിങ് യു 3B ഗ്യാസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ ഡെൽറ്റ എൻ ജി എന്താണ്? 3 - 2. ബി എടുക്കരുത്, സോളിഡ്സോ ലിക്വിഡ്സോ വേറെ ഒന്നും എടുക്കരുത്, ഗ്യാസ് മാത്രം എടുക്കുക. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്, വേറെ ഒന്നും എടുക്കരുത്. ഇവിടെ 3 - 1 ആയിരിക്കും, 3 - 2 ആയിരിക്കും, 1 ആയിരിക്കും ആൻസർ. ലാസ്റ്റ്, വെൻ പ്രഷർ ആൻഡ് വോള്യൂം ചേഞ്ചസ്, വെൻ പ്രഷറും വോള്യൂം ഒരുമിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P2 V2 മൈനസ് P1 V1. ഈ ട്രിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെൽറ്റ എച്ചിൻ്റെ ഏത് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കുക മക്കളെ, എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യൻ, 1 mole of a non-ideal gas. 1 mole of a non-ideal gas തന്നിട്ടുണ്ട്. Yes or no? Undergoes a change from 2 atm 3 liter 95 Kelvin to 4 atm 5 liter 245 Kelvin. ഡെൽറ്റ യു തന്നിട്ടുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 30 ലിറ്റർ ATM എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഡെൽറ്റ എച്ച്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ഫോമുല യൂസ് ചെയ്യും? നോക്കുക. പ്രഷറും വോള്യൂം ഒരുമിച്ച് ചേഞ്ച് ആകുന്നുണ്ട്. പ്രഷറും വോള്യൂം ഒരുമിച്ച് ചേഞ്ച് ആവുകയാണെങ്കിൽ ഏത് ഫോമുല യൂസ് ചെയ്യും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. നോക്കുക, പ്രഷറും ചേഞ്ച് ആകുന്നുണ്ട്, വോള്യൂം ചേഞ്ച് ആകുന്നുണ്ട്. സോ ഡെൽറ്റ യു പ്ലസ് P2 V2 മൈനസ് P1 V1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എത്രയാണ് മക്കളെ? ഡെൽറ്റ യു 30. P2 V2 എന്ന് പറയുന്നത് എത്രയാണ്? P2 V2 എന്ന് പറയുന്നത് 5 into 4 minus 2 into 3, that is equal to 44 liter ATM. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടിയെന്ന് നോക്കൂ. 44 liter ATM will be the answer.
44 liter ATM will be the answer. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും നോക്കൂ. ഫോർ combustion of 1 mole of heptane, for combustion of 1 mole of heptane liquid, find delta H minus delta U given that temperature is lesser than 373 Kelvin. Given temperature is lesser than 373 Kelvin. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഒന്നും ഞാൻ തരുന്നില്ല. ഓക്കെ, ഓപ്ഷൻസ് തന്നാലും സെയിം ഇഫക്റ്റ് തന്നെയാണ്. എല്ലാവരും നോക്കൂ. ഫൈൻഡ് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഫോർ കമ്പഷൻ ഓഫ് 1 mole ഓഫ് ഹെപ്റ്റെയിൻ ലിക്വിഡ്. 1 mole ഓഫ് ഹെപ്റ്റെയിൻ ലിക്വിഡിൻ്റെ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത് C7H16 ആണ്. ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത് C7H16 ആണ്. ഇത് ഓക്സിജനായിട്ട് കമ്പഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ, ഹൈഡ്രോ കാർബൺസ് കമ്പഷൻ നടക്കുമ്പോൾ എപ്പോഴും കിട്ടുന്ന പ്രോഡക്ട്സ് CO2ഉം H2Oയും ആണ്. ഇത് ബാലൻസ് ചെയ്യുക. 7 CO2 ഇവിടെ വരും, 14 8 H2O അല്ലേ? 8 H2O ഇപ്പുറത്ത് വരും അല്ലേ? കാരണം 16 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 16 ഹൈഡ്രജൻ ഇവിടെ വരണം. മൊത്തത്തിൽ 14 22. അപ്പോൾ ഇവിടെ 11 O2 വരും. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. ഇത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എങ്ങനെ 1 mole ഓഫ് ഹെപ്റ്റെയിൻ ബേൺ ചെയ്യണം. 1 mole ഓഫ് ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ 1 mole ഓഫ് C7H16 പ്ലസ് O2. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. ഇനി ഇതിൻ്റെ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT ആണ്. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT ആണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ലെസ് ദാൻ 373 എന്ന് തന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 373 എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇഫ് ടെമ്പറേച്ചർ ഇസ് ലെസ് ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ വിൽ ബി ഇൻ ലിക്വിഡ് ഫോം. വാട്ടർ ലിക്വിഡ് ഫോമിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും വാട്ടറിനെ ഗ്യാസ് ആയിട്ട് എടുക്കണമെന്ന്. വാട്ടർ ലിക്വിഡ് ഫോമിലായിരിക്കും. CO2 എന്തായാലും ഗ്യാസ് ആയിരിക്കും, O2 എന്തായാലും ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു എത്രയായിരിക്കും? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ NGRT. ഡെൽറ്റ NG എന്ന് പറയുന്നത് എത്രയാണ്? 7 മൈനസ് 11. ഇതെടുക്കണ്ട, ഇതും എടുക്കണ്ട. അത് രണ്ടും ലിക്വിഡ്സ് ആണ്. അപ്പോൾ 7 മൈനസ് 11 ഇൻറ്റു R ഇൻറ്റു T, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4RT. ദാറ്റ് വിൽ ബി ദി ആൻസർ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? മനസ്സിലായോ? ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ലെസ് ദാൻ 373 എന്ന് തന്നിരിക്കുന്നത്? ഇല്ലെങ്കിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിന് മേളിലാണെങ്കിൽ അത് ആവിയാവും. ദാറ്റ് വിൽ ബി ഗ്യാസ്. ഡോണ്ട് ടേക്ക് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ. യെസ് ഓർ നോ? കൂൾ. നെക്സ്റ്റ് എല്ലാവരും നോക്കുക. ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിക്കാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ട്രിക്ക്. For an ideal gas, delta H is always equal to NCP delta T. Delta U is always equal to NCV delta T. Always. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ CP ഉപയോഗിക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലേ? അതെ. എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഡെറിവേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ട. ഞാനിതൊരു ട്രിക്കായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു ഐഡിയൽ ഗ്യാസിനെ ടെമ്പറേച്ചർ T1 നിന്ന് ടെമ്പറേച്ചർ T2ലേക്ക് കൊണ്ടുപോവുകയാണ്. ഏത് പ്രോസസ്സ് എടുത്താലും ഇറ്റ്സ് ഫോർമുല ഈസ് NCP ഡെൽറ്റ T. അപ്പോൾ CP നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഈസി ആയിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യുക. അതേപോലെ തന്നെ CV തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ യുവും കണ്ടുപിടിക്കാം. ഇതൊരു ട്രിക്കാണ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക മക്കളെ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. At constant volume 4 moles of an ideal gas, 4 moles of an ideal gas when heated, 4 moles of an ideal gas
when heated from 300 Kelvin to 500 Kelvin, 300 Kelvin to 500 Kelvin, delta U was given as 5000 joules. CV കണ്ടുപിടിക്കണം. ഇതിൻ്റെ CV കണ്ടുപിടിക്കണം. This is the question. At constant volume, 4 moles of an ideal gas when heated from 300 Kelvin to 500 Kelvin, delta U is 5000 joules. CV is equal to. Previous year question ആണ്. Simple question ആണ്. Previous year question, simple question. നിങ്ങൾക്ക് ഈ ഫോർമുല അറിയാമെങ്കിൽ it's a very simple question. We know that എല്ലാവരും നോക്കുക, we know that delta U is equal to NCV delta T. Delta U is equal to NCV delta T. അതായത് 5000 is equal to N എത്രയാണ് 4, CV ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ടി എത്രയാണ് 500 minus 300, 500 minus 300, that is equal to CV is equal to 200, 800, 5000 divided by 800, അല്ലേ 50 divided by 8, that is equal to 6.25 joules Kelvin raised to minus 1, mole raised to minus 1. Joules, Kelvin raised to minus 1, mole raised to minus 1. That will be the answer. Yes or no? Fine. Manasilayo? Yes or no, my dear students? Cool. Next, എല്ലാവരും നോക്കുക മക്കളെ, ബോംബ് കലോറിമീറ്റർ. ഇതൊക്കെ നിങ്ങളുടെ NCERT-യിലുള്ള സംഭവമാണ്. ബോംബ് കലോറിമീറ്റർ. എന്താണ് ബോംബ് കലോറിമീറ്റർ? Bomb calorimeter? Bomb calorimeter is used to measure heat of a reaction carried out at constant volume. ഈ ബോംബ് കലോറിമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിക്ക സ്റ്റുഡൻസും വിടാറാണ് പതിവ്. അവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്താണ് ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, ആ കണ്ടെയ്നറിൽ ഒരു റിയാക്ഷൻ നടത്തിക്കും. ആ റിയാക്ഷനിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് വരും എന്ന് വിചാരിക്കുക. ആ ഹീറ്റ് പുറത്തേക്ക് വരുന്നത് ബേസിക്കലി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതെങ്ങനെ മനസ്സിലാവും? ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ടെമ്പറേച്ചർ, ഈ ഹീറ്റ് പുറത്തോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അകത്തേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമല്ലോ, അവർ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്യും. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് എല്ലാവരും നോക്കുക. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം Q is equal to heat capacity into delta T. Q is equal to heat capacity into delta T. ഇത് നിങ്ങൾക്കറിയാം. ഹീറ്റ് is equal to heat capacity into delta T. എവിടെ നിന്നറിയാം? നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയിൽ ഓൾറെഡി കണ്ടതാണ്. ഇത് നോക്കുക. C is equal to Q by delta T. So that means Q is equal to C delta T. ആ C വാല്യൂ നിങ്ങളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ടെമ്പറേച്ചർ ചേഞ്ച് തന്നിട്ടുണ്ടാവും. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് Q വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ U. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ അതെങ്ങനെയാണ്? അത് മനസ്സിലായില്ല. കാര്യം ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ്സിൽ Q is equal to delta U. അപ്പോൾ ബോംബ് കലോറിമീറ്ററിന് വരുന്ന ഹീറ്റ് is equal to internal energy of the process. ഫോർ എക്സാമ്പിൾ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എത്തനോളിൻ്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. C2H5OH plus 3O2 giving you 2CO2 plus 3H2O. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് ലിക്വിഡ് ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് ഗ്യാസ് ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് ലിക്വിഡ് ആണെന്ന് തന്നിട്ടുണ്ട്. യെസ് ഓർ നോ? ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ amount of heat in bomb calorimeter for this reaction. അതായത് ബോംബ് കലോറിമീറ്ററിൽ ഈ റിയാക്ഷനാണ് നടക്കുന്നത്. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ amount of heat in bomb calorimeter മെഷർ ചെയ്തു. എങ്ങനെ മെഷർ ചെയ്തു?
ഓൾറെഡി അറിയായിരിക്കും, സയൻറ്റിസ്റ്റിന് സി വാല്യൂ അറിയായിരിക്കും, ഡെൽറ്റ ടി അറിയായിരിക്കും, അത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1364 എന്ന് തന്നിട്ടുണ്ട്, 1364 എന്ന് തന്നിട്ടുണ്ട്, 1364.47 കിലോ ജൂൾസ് പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്, കിലോ ജൂൾസ് പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഡെൽറ്റ എച്ച്, ഫൈൻഡ് ഡെൽറ്റ എച്ച്, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡെൽറ്റ എച്ച്, ഇതാണ് ക്വസ്റ്റ്യൻ. എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ബോംബ് കലോറിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്കറിയാം ബോംബ് കലോറിമീറ്ററിൽ നിന്ന് വരുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ യു ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ യു. ആൻഡ് നമുക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി, ഡെൽറ്റ എൻ ജി ആർ ടി. യെസ് ഓ നോ? ഈ ഡെൽറ്റ യു എത്രയാണ്? 1364,400. കാര്യം എന്താണ്? കിലോ ജൂൾസ് ആണ്, അത് ഞാൻ ജൂൾസ് ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇൻറ്റു 1000 ഇത് ജൂൾസ് ആക്കിയെന്നേ ഉള്ളൂ. യെസ് ഓ നോ? പ്ലസ് ഡെൽറ്റ എൻ ജി എത്രയാണ്? ഡെൽറ്റ എൻ ജി എന്ന് പറയുമ്പോൾ 2 ഇവിടെ 3 ഇവിടെ, വേറെ ഒന്നും ഗ്യാസ് അല്ല. അപ്പോൾ ഡെൽറ്റ എൻ ജി -1 ആണ്, -1 ആണ്. -1 ഇൻറ്റു ആർ എത്രയാണ് മക്കളെ? ആർ എന്ന് പറയുമ്പോൾ 8.3 ആണ്. ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? ടെമ്പറേച്ചർ 298. കാര്യം ടെമ്പറേച്ചർ വേറെ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എടുക്കേണ്ടി വരും. ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ് എടുക്കേണ്ടി വരും. ഇത് അങ്ങോട്ട് ചെയ്യുക, ഇത് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ക്ലൂ തരാം വേണമെങ്കിൽ. ഈ 8.3 ഇൻറ്റു 298, 8.3 ഇൻറ്റു 298 എപ്പോഴും 2476.4 ആയിരിക്കും. ഈ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻസ് കുറച്ച് എളുപ്പമാവും, നിങ്ങളുടെ കാൽക്കുലേഷൻസ് കുറച്ച് എളുപ്പമാവും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ ബോംബ് കലോറിമീറ്ററിൻ്റെ ഇത് മനസ്സിലായല്ലോ. ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ ഹീറ്റ് കണ്ടുപിടിക്കാൻ. ബോംബ് കലോറിമീറ്ററിൽ ഒരു കണ്ടെയ്നറാണ്, അതിലൊരു റിയാക്ഷൻ നടക്കുന്നു, അതിൽ നിന്ന് വരുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. കാര്യം എന്താണ്? ബോംബ് കലോറിമീറ്റർ ഹാപ്പൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം, ഇറ്റ് ഹാപ്പൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. നെക്സ്റ്റ് ഈസ് ബേസിക്കലി സ്പോണ്ടേനിയസ് പ്രോസസ്. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്? വാട്ട് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്? Any process which happens on its own, which happens on its own, which happens on its own. Any process which happens on its own, it's called as a spontaneous process. For example, ഒരു ബോൾ മേളിലേക്ക് ഇട്ടു, അത് താഴത്തേക്ക് തന്നെയാണ് വരുന്നത്, നമ്മളൊന്നും ചെയ്യണ്ട, ദാറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഉപ്പ് വെള്ളത്തിലിട്ടു, അത് ഡിസോൾവ് ആയി, ദാറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഇങ്ക് വെള്ളത്തിലിട്ടു, അത് ഡിസോൾവ് ആയി, ദാറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് ഉണ്ട്, ആ പെട്ടി തുറന്നു, ആ ഗ്യാസ് എക്സ്പാൻഡ് ആവുന്നു, നിങ്ങളൊന്നും ചെയ്യണ്ട, ദാറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? നോൺ സ്പോണ്ടേനിയസ് എന്താണ്? ഫോർ വേറൊരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ ഐസ് ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് എടുത്തു, അത് വെള്ളമായി, ദാറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്, നിങ്ങളൊന്നും ചെയ്യണ്ട. യെസ് ഓ നോ? എന്നാൽ വെള്ളമായിട്ടിരിക്കുന്ന ഇവനെ എനിക്ക് ഈ റൂമിൽ ഐസ് ആക്കണമെങ്കിൽ ദാറ്റ്സ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. 0 ഡിഗ്രി സെൽഷ്യസിന് താഴ്ത്ത് വെള്ളത്തിനെ ഐസ് ആക്കണമെങ്കിൽ ദാറ്റ്സ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. യെസ് ഓ നോ? യെസ് ഓ നോ? താഴ്ത്തിരിക്കുന്ന ഒരു ബോളിനെ മേളിലേക്ക് ഇടാനായിട്ട് ഞാൻ വിചാരിക്കണം, ഞാൻ എനർജി കൊടുക്കണം, ദാറ്റ്സ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ദാറ്റ്സ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഗോട്ട് ഇറ്റ്? ഇപ്പോൾ ഈ റൂമിനെ തണുപ്പിക്കുന്ന എ സി, അതിന് ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ ഈ റൂമിനെ തണുപ്പിക്കാൻ പറ്റില്ല. ദാറ്റ്സ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഈ റൂമിന് എക്സ്റ്റേണൽ ടെമ്പറേച്ചറേ ഉണ്ടാവുള്ളൂ, പക്ഷെ തണുപ്പിക്കണമെങ്കിൽ എ സി വേണം. യെസ് ഓ നോ? ഹീറ്റ്, എല്ലാവരും നോക്കുക, ഹീറ്റ് ഫ്ലോയിങ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ സ്പോണ്ടേനിയസ് ആണ്, പക്ഷെ ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ നോൺ സ്പോണ്ടേനിയസ് ആണ്. അതാണ് ഒരു എ സി ചെയ്യുന്നത്. ഒരു എ സി എന്താണ് ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്. ഫ്രിഡ്ജ് എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? അകത്തിരിക്കുന്ന ടെമ്പറേച്ചർ തണുപ്പിക്കാനായിട്ട് പുറത്തേക്ക് വീണ്ടും ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് കൊടുക്കുകയാണ്. ദാറ്റ്സ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. അതിന് പുറത്തുനിന്നുള്ള സപ്പോർട്ട് വേണം, ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല, എ സി വർക്ക് ചെയ്യില്ല. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, എക്സ്റ്റേണൽ എനർജി വേണം, ഇല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമോ? ഇല്ല. സോ ബേസിക്കലി ഇവിടെയാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വർക്ക് ആവുന്നത്. വാട്ട് ഇസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? വാട്ട് ഡസ് ഇറ്റ് സേ?
Second law of thermodynamics says that for any process to be spontaneous, ഒരു process spontaneous ആവണമെങ്കിൽ delta S of universe should be greater than 0. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഡെൽറ്റ എസ് എന്താണ്, എൻട്രോപ്പി എന്താണെന്ന് സാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻട്രോപ്പി എന്ന് പറയുന്നത് എല്ലാവരും നോക്കുക, എൻട്രോപ്പി എന്ന് പറയുന്നത് is a measure of randomness. എൻട്രോപ്പി എന്ന് പറയുന്നത് is a measure of randomness. ഈ ലോകത്തിൽ ഈ യൂണിവേഴ്സിൽ എന്ത് സംഭവിച്ചാലും എൻട്രോപ്പി കൂടാനേ ശ്രമിക്കുള്ളൂ. എൻട്രോപ്പി എന്ന് പറയുന്നത് റാൻഡംനെസ് ആണ്. റാൻഡംനെസ്, ദ വേൾഡ്, ദ യൂണിവേഴ്സ് പ്രിഫേഴ്സ് റാൻഡംനെസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 4 പിള്ളേരുണ്ട്. ഓക്കെ, എനിക്ക് 4 കുട്ടികളുണ്ട്, 4 സ്റ്റുഡൻസ് ഉണ്ട്, 4 ഹൈറ്റിൽ. ഞാൻ ഇവരെ ഹൈറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രീതിയിൽ പറ്റും? ഹൈറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഒരു രീതിയിലേ പറ്റുള്ളൂ ഹൈറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. നേരെ മറിച്ച് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി 4 × 3 × 2 × 1 - 1. അത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോബബിലിറ്റി വൈസ് ഡിസോർഡേർഡ് നേച്ചറാണ് യൂണിവേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഒരു റാൻഡംനെസ് ഇൻക്രീസ് ആണ് യൂണിവേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ദർ ഇസ് മോർ പ്രോബബിലിറ്റി ഓഫ് റാൻഡം arrangement than ordered arrangement. അത് തന്നെയാണ് യൂണിവേഴ്സിലും. There is more probability for random arrangement than ordered arrangement. There is more probability for random arrangement than ordered arrangement. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ഒരു കാര്യം നോക്കുക. എൻട്രോപ്പി എന്ന് പറയുന്നത് S ആണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി is given as dq reversible by T. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇസ് ഗിവൺ ആസ് dq റിവേഴ്സിബിൾ ബൈ T. അതായത് ഒരു സിസ്റ്റം, എല്ലാവരും നോക്കുക, ഒരു സിസ്റ്റം വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി. ദിസ് ഇസ് സ്റ്റേറ്റ് 1, ദിസ് ഇസ് സ്റ്റേറ്റ് 2. ഓക്കെ, അത് പല രീതിയിലും പോവാം. അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോസസ്സാണോ, ഇതിൽ കുറേ പ്രോസസ്സ് ഉണ്ട്, അതിൽ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് വിചാരിക്കുക. ഇതിൽ കുറേ പ്രോസസ്സ് ഉണ്ട്, അതിൽ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സിൻ്റെ ഹീറ്റ് എടുക്കുക, റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഹീറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി ഓഫ് ഓൾ ദി അതർ പ്രോസസ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാര്യം എന്താണ്? എൻട്രോപ്പി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു പ്രോസസ്സിൻ്റെ കണ്ടെത്തിയാൽ മതി, ബാക്കി എല്ലാ പ്രോസസ്സിൻ്റെയും അത് തന്നെയായിരിക്കും എൻട്രോപ്പി ചേഞ്ച്, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ചസ് dq റിവേഴ്സിബിൾ ബൈ T. എൻട്രോപ്പി ചേഞ്ചസ് dq റിവേഴ്സിബിൾ ബൈ T. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻക്രീസസ് വെൻ, ഇത് വളരെയധികം ക്വസ്റ്റ്യൻസിൽ പറഞ്ഞതാണ്. വോള്യൂം ഓഫ് ഗ്യാസ് ഇൻക്രീസ്, എൻട്രോപ്പി ഇൻക്രീസസ്. നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ്, എൻട്രോപ്പി ഇൻക്രീസസ്. ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിസോൾവിങ്. ഇപ്പം NaCl കൊണ്ട് വെള്ളത്തിലിട്ടു, എൻട്രോപ്പി കൂടും. യെസ് ഓ നോ? ഫൈൻ. ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ വളരെ കൂടുതൽ വരുന്ന ഇതാണ്. നമ്പർ ഓഫ് മോൾസ് കൂടുകയാണ്, നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് കൂടുകയാണ്, എൻട്രോപ്പി കൂടും. വോള്യൂം കൂടുകയാണ് ഗ്യാസിൻ്റെ, എൻട്രോപ്പി കൂടും. ഡിസൊല്യൂഷൻ പ്രോസസ്, എൻട്രോപ്പി കൂടും. അപ്പം എൻട്രോപ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ ഇല്ലയോ എന്നറിയാൻ. ഒരു പ്രോസസ്സിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് മെഷർ ചെയ്തിട്ട് ഇഫ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, that is when you say that the process is spontaneous. If total entropy change is greater than 0, the process is spontaneous. Okay, if total entropy change is greater than 0, the process is spontaneous. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, എല്ലാവരും നോക്കുക. CaSO4 solid giving you CaO solid plus SO3 gas.
Okay, plus SO3 gas. ഇവിടെ entropy is greater than 0 or less than 0? ഇവിടെ entropy is greater than 0 or less than 0? പറയാൻ പറ്റുമോ? Entropy is greater than 0 or less than 0? നോക്കുക മക്കളെ. Entropy, number of moles increases. There is an increase in number of moles. There is an increase in number of moles. There is an increase in number of moles. ഒരു മോളിൽ നിന്ന് 2 മോളായി. മാത്രമല്ല സോളിഡിൽ നിന്ന് നമുക്കൊരു ഗ്യാസും കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം റാൻഡംനെസ് ഓഫ് എ ഗ്യാസ് ഇസ് മോർ ദാൻ. നിങ്ങൾക്കറിയാം എൻട്രോപ്പി ഓഫ് എ ഗ്യാസ് ഇസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ്, ഗ്രേറ്റർ ദാൻ സോളിഡ്. ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര റാൻഡമാണ്. അവരുടെ എൻട്രോപ്പി കൂടുതലായിരിക്കും ലിക്വിഡിനേലും, അവരുടെ സോളിഡിനേലും കൂടുതലാണ്. സോ ഓവർ ഹിയർ ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. യെസ് ഓർ നോ? CO2 solid getting converted to CO2 gas, entropy is greater than 0. Entropy is greater than 0. Next, NH3 getting converted to N2 plus 3H2. 2NH3 getting converted to N2 plus 3H2. ഇതിൻ്റെ എൻട്രോപ്പി ചേഞ്ചോ? ഇതിൻ്റെ എൻട്രോപ്പി ചേഞ്ചോ? ഈ കൺവേർഷൻ്റെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. കാര്യം എന്താണ്? നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് ഇസ് ഇൻക്രീസിങ്. അല്ലേ? 2 ഗ്യാസ് മോൾസിൽ നിന്ന് 1 + 3 4 ഗ്യാസ് മോൾസിലേക്ക് എത്തി. എൻട്രോപ്പി ഇസ് ഇൻക്രീസിങ് ഓവർ ദാറ്റ്. Yes or no, my dear students? Got it, my dear champions? Got it? Yes or no? Okay. ഇനി എല്ലാവരും നോക്കുക. അപ്പോൾ ഞാനൊരു കാര്യം എഴുതാൻ പോവാം. ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് greater than 0. For non-spontaneous process, delta S of universe less than 0. For equilibrium process, delta S of universe is equal to 0. Got it? ഇവിടെ നമുക്ക് വേറൊരു ആശാനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Gibbs energy. എല്ലാവരും നോക്കുക. Gibbs energy. എന്താണ് Gibbs energy? എല്ലാവരും നോക്കുക മക്കളെ. പ്ലീസ് ലിസൺ. ലാസ്റ്റ് ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സിലെ. പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ എന്നറിയാനായിട്ട് എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് കണ്ടെത്തണം. പക്ഷേ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എൻട്രോപ്പി ചേഞ്ച് ഓഫ് സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് സറൗണ്ടിങ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സറൗണ്ടിങ് ഇസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. സറൗണ്ടിങ് നമ്മുടെ കൺട്രോളിലല്ല. സറൗണ്ടിങ് യൂണിവേഴ്സ്, മദർ നേച്ചർ, ഗോഡിൻ്റെ കൺട്രോളിലാണ്. സിസ്റ്റം ഇസ് അണ്ടർ അവർ കൺട്രോൾ. സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പുതിയൊരു ടേം യൂസ് ചെയ്യണം. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ എന്ന് അറിയാനായിട്ട് സിസ്റ്റം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം, സിസ്റ്റത്തിൻ്റെ ടേം, അതാണ് ഗിബ്സ് എനർജി. എല്ലാവരും നോക്കുക. ഗിബ്സ് എനർജി ഇസ് ഈക്വൽ ടു H minus TS. Delta G is equal to delta H minus delta of TS. At constant temperature, delta G is equal to delta H minus T delta S. At constant temperature, this equation is there. This is extremely important. Gibbs-Helmholtz equation ആണ്. Yes or no? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ദിസ് ഇസ് സിസ്റ്റംസ് ഡെൽറ്റ ജി, സിസ്റ്റംസ് എൻതാൽപ്പി ചേഞ്ച്, സിസ്റ്റംസ് എൻട്രോപ്പി ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നറിയോ?
ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നറിയോ? എല്ലാവരും നോക്കുക. ഡെൽറ്റ ജിക്ക് വേറൊരു ഫോർമുലയുണ്ട്. ഇറ്റ്സ് മൈനസ് ടി ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ്. ഈ ഒരു ഫോർമുലയുണ്ട്. ഈ ഫോർമുലയുടെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാവരും നോക്കുക. ഈ ഫോർമുലയുടെ അർത്ഥം എന്താണെന്നറിയോ? ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ 0. അതിനർത്ഥം ഡെൽറ്റ ജി is less than 0. For non-spontaneous process, delta S universe is less than 0. Delta G is greater than 0. For equilibrium process, delta S universe is equal to 0. Delta G is equal to 0. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ജി ഒരു സിസ്റ്റം പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്താൽ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, ഈക്വൽ ടു 0 ആണെങ്കിൽ ഈക്വിലിബ്രിയം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും നോക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോക്കുക. H2O liquid at 1 bar and 373 Kelvin is getting converted to H2O gas at 1 bar and 373 Kelvin. Okay. ഇതിൻ്റെ ഡെൽറ്റ ജിയും ഡെൽറ്റ എസും are they positive, negative, 0, what? Basically options ഉണ്ട് കേട്ടോ. ഡെൽറ്റ ജി പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ ജി പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ടെന്നായിരിക്കും. അവിടെ ഓപ്ഷൻസ് വരുന്നില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ ചെയ്യും? നിങ്ങൾ നോക്കുക. 1 bar and 373 Kelvin. നിങ്ങൾക്കറിയാം 1 bar പ്രഷറിൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 373 Kelvin ആണ്. അപ്പോൾ ഈ 373 Kelvinൽ ആക്ച്വലി ഇവിടെ 2 റിയാക്ഷൻ നടക്കുന്നുണ്ട്. ബോയിലിംഗും നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. കാര്യം ആരോ ഒറ്റ രീതിയിലേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി 2 രീതി നടക്കുന്നുണ്ട്. ഇറ്റ്സ് എൻ ഇക്വിലിബ്രിയം പ്രോസസ്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. വെള്ളം ആവിയാവുന്നുണ്ട്, ആവി വെള്ളമാവുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ അറിയണം. അപ്പോൾ ഡെൽറ്റ ജി എന്താണ്? ഡെൽറ്റ ജി വിൽ ബി ഈക്വൽ ടു 0. ഡെൽറ്റ എസ് ചോദിച്ചിരിക്കുന്നത്, ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. പക്ഷേ ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നോക്കുക. ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ that will be what? That will be positive. കാര്യം ഇത് സിസ്റ്റമായിട്ട് എടുക്കുക. ആരോ അങ്ങോട്ടാണ്. അപ്പോൾ ലിക്വിഡ് ഇസ് ചേഞ്ചിങ് ടു ഗ്യാസ്. അപ്പോൾ സിസ്റ്റമിൻ്റെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ എൻട്രോപ്പി നോക്കുകയാണെങ്കിൽ, ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ 0 ആണ്. കാര്യം ഇക്വിലിബ്രിയം പ്രോസസ്. സിസ്റ്റത്തിൻ്റെ മാത്രമാണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. Yes or no, my dear students? Yes or no? വേറൊരു ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും നോക്കുക. For a reaction, delta H is equal to 200 joule mole raised to minus 1. Delta S is equal to 40 joule Kelvin raised to minus 1 mole raised to minus 1. The minimum temperature above which it is spontaneous.
അതായത് the minimum temperature above which the reaction is spontaneous. Delta H എന്നുണ്ട്, delta S എന്നുണ്ട് of the reaction. The minimum temperature above which it is spontaneous. നിങ്ങൾക്കറിയാം delta G should be less than 0 for spontaneous. നിങ്ങൾക്കറിയാം delta G is delta H minus T delta S. That means this should be less than 0. That means delta H should be lesser than T delta S. അതായത് T delta S അപ്പുറത്തോട്ട് എടുക്കുക. അതായത് delta H by delta S should be lesser than T. T should be greater than delta H by delta S. അതായത് delta H എത്രയാണ് 200. delta S എത്രയാണ് 40. That is equal to 5. അതായത് temperature should be greater than 5 Kelvin. Temperature should be greater than 5 Kelvin for it to be spontaneous. മനസ്സിലായോ? Yes or no, my dear students? മനസ്സിലായോ മക്കളെ? എൻ്റെ പൊന്നു മക്കൾക്ക് മനസ്സിലായോ? Is that clear or not? Got it? Yes or no? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും നോക്കുക. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഒന്ന് സ്റ്റോപ്പ് ചെയ്താ. ഓക്കെ, സോറി മക്കളെ, ഒരു പ്രോബ്ലം നടന്നു, കുഴപ്പമില്ല. എല്ലാവരും നോക്കുക. വേറൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. H2O 2 atm pressure. ഓക്കെ, 2 atm പ്രഷറിൽ അല്ല 2 atm പ്രഷറിൽ is getting converted to H2O gas. ഓക്കെ, ഈ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് 373 Kelvin ആണ്. ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് 373 Kelvin ആണ്. അല്ലെങ്കിൽ വേണ്ട, ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് ശരി 373 Kelvin ആണ്. ഓക്കെ, 373 Kelvin ആണ്. H2O at 2 atm is getting converted to H2O gas. ഇതിൻ്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? ഇതിൻ്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? ഇതിൻ്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 373 Kelvin. ദാറ്റ് ഈസ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് 1 atmലാണ് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 373 Kelvin. ഇഫ് പ്രഷർ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. നിങ്ങൾക്കിത് അറിയാം. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ഞാനിപ്പോൾ സീ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ 1 atm പ്രഷറാണ്, അപ്പോഴാണ് 100 degree Celsius. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോവാണ്, സീയുടെ അടിയിൽ പോവുകയാണെങ്കിൽ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ഒരു കുന്നിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ 2 atmൽ 373 Kelvin അല്ല ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ 2 atmൽ H2O is getting converted to H2O gas. Is it spontaneous or non-spontaneous? 373 Kelvin അല്ല, 373ക്ക് മുകളിൽ പോകണം ആവിയാക്കാനായിട്ട്. അപ്പം സ്പോണ്ടേനിയസ് ആയിരിക്കും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ദിസ് വിൽ ബി നോൺ സ്പോണ്ടേനിയസ്. യെസ് ഓ നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ജി ഈസ് ലെസ് ദാൻ 0. യെസ് ഓ നോ? അതേപോലെ തന്നെ ഇപ്പോൾ H2O at 1 atm is getting H2O gas.
Temperature is 373 Kelvin. Temperature is 373 Kelvin. Delta G negative ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? Delta G നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ്? 180 എന്ന് പറയും, സോറി 180 എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 373 കെൽവിൻ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇക്വിലിബ്രിയമാണ് നടക്കുന്നത്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാവും. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. H2O at 0.7 atm റാൻഡം വാല്യൂ ആണ്, getting converted to H2O gas, temperature 373 Kelvin. ഇവിടെ ഡെൽറ്റ ജി എന്തായിരിക്കും? ഇവിടെ ഡെൽറ്റ ജി എന്തായിരിക്കും? പ്രഷർ ലോവർ ദാൻ 1 atm. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇസ് ലെസർ ദാൻ 373. ബോയിലിംഗ് പോയിന്റ് 373 താഴെയാണ്. ഞാൻ 373 കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ദിസ് വിൽ ബി സ്പോണ്ടേനിയസ്. പുല്ല് പോലെ നടക്കും, വെള്ളം ആവിയാവും അല്ലേ? കാരണം ബോയിലിംഗ് പോയിന്റ് ഇസ് ലെസ് ദാൻ 373 മേളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 373 ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് ഇസ് ലെസ് ദാൻ 373 ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഡെൽറ്റ ജി വിൽ ബി ലെസർ ദാൻ 0. Get it or not, my dear students? Okay, cool. അപ്പോൾ മക്കളെ നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. ബേസിക്കലി എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. തെർമോ കെമിസ്ട്രി ബാക്കിയുണ്ട്. തെർമോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരു കാര്യം പറയാനുള്ളത്, ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട് മക്കളെ. ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ. ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി കവർ ചെയ്തിട്ട് ഞാൻ നിർത്താം. ഒരേ ഒരു ടോപ്പിക്ക്. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി കാൽക്കുലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് തരാം. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ സി വി logarithm of T2 by T1 plus NR logarithm of V2 by V1, which can also be written as NCP logarithm of T2 by T1 plus NR logarithm of P1 by P2. Okay, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഇതെന്താണെന്നറിയോ? ഇത് സപ്പോസ് അവർ തരികയാണ്. സപ്പോസ് അവർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, there is an ideal gas. ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരു ഐഡിയൽ ഗ്യാസ് എ. ഓക്കെ, അതിൻ്റെ 10 മോൾ ഉണ്ട്. ടെമ്പറേച്ചർ T1 200 ആണ്. ടെമ്പറേച്ചർ T2 300 ആണ്. V1 5 liters, V2 3 liters. ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. യെസ് ഓ നോ? സി വിയും സി പിയും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ മോണോ അറ്റോമിക് ഗ്യാസാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി വി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക 3/2 R. അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഫോർമുലയിൽ യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. യെസ് ഓ നോ? ഫൈൻ. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സപ്പോസ് വോള്യം അല്ല പ്രഷറാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ഇതും ഒന്ന് മനസ്സിൽ വെക്കണം മക്കളെ. ദിസ് ഓൾസോ പ്ലീസ് ഡു കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, എൻട്രോപ്പി കാൽക്കുലേഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തോടുകൂടി തെർമോഡൈനാമിക്സിൻ്റെ മേജർ സെക്ഷൻസ് നമ്മൾ കവർ ചെയ്തു. തെർമോ കെമിസ്ട്രി ഉണ്ട്, അത് പിന്നെ കവർ ചെയ്യുന്നതാണ്. തെർമോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് ബോണ്ട്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, അത് വളരെ സിമ്പിൾ. ഹെസസ് ലോ ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ആശാമാരെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഈസിയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്താണ് മേജർ തെർമോഡൈനാമിക്സ്. ഇതിലാണ് ക്രക്സ് ഇരിക്കുന്നത്. നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കും വിത്ത് പ്രോബ്ലംസ്, വിത്ത് തിയറട്ടിക്കൽ പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ് അഗെയിൻ. Okay, understand the concept, clear your doubts, ask doubts, clear it, do more questions, keep doing questions, keep doing mock test. Mock test ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീപ് ഡൂയിങ് മോക്ക് ടെസ്റ്റ്. എന്നെ പോലൊരു ആൾക്ക് ബിറ്റ്സ് പിലാനി എന്ന് പറഞ്ഞൊരു കോളേജിൽ എത്താൻ പറ്റുമെങ്കിൽ വൺ ഓഫ് ദ മേജർ റീസൺസ് വാസ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് അത്രയധികം ഞാൻ ചെയ്തിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഇംപ്രൂവ്ഡ് മൈ സ്കോർ. ഞാൻ വെറുതെ പറയുന്നല്ല മക്കളെ, സത്യത്തിൽ
എൻ്റെ ചേട്ടൻ പറഞ്ഞ ട്രിക്കാണ്. എൻ്റെ ചേട്ടനും ഈ പറഞ്ഞ പോലെ ബിച്ചി പഠിച്ച ആളാണ്. പുള്ളി പറഞ്ഞ ട്രിക്കാണ്, എടാ മോനെ അവസാന നിമിഷം നീ എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളമാണ് നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും സെഷൻ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പുട്ട് എ ലവ് ഇൻ ദ ചാറ്റ് ബോക്സ്. പ്ലീസ് പുട്ട് എ ലവ് ഇൻ ദ ചാറ്റ് ബോക്സ്. എല്ലാവരും സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലവ് ചിഹ്നം അടിച്ച മക്കളെ, ലവ് ചിഹ്നം അടിക്കുക. ഓക്കെ, കൂൾ. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ലവ് യു ഗൈസ് a lot. See you guys. Bye. Okay.